design an isolated footing for a square column 450 by 450 mm reinforced with 8 bars of 25 mm dia and carrying a service load of 2300 kilonewton. Assume soil with a safe bearing capacity of 300 kilonewton per meter square at a depth of 1.5 meter below ground level. Assume M20 concrete and Fe415 grade steel for the footing and M25 concrete and Fe415 steel for the column. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാനാണ് സ്ക്വയർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ഒരു സ്ക്വയർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യണം. സ്ക്വയർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കോളത്തിന്റെ സൈസ് എന്ന് പറയുന്നത്, കോളത്തിന്റെ ഡയമെൻഷൻ നമുക്കറിയാലോ, BD. ഓക്കെ, 450 by 450 mm ആണ്. ഓക്കെ, ആ കോളത്തിന്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. റീഇൻഫോഴ്സ്ഡ് വിത്ത് 8 bars of 25 mm dia and carrying a service load of 2300 kilonewton. അപ്പൊ ഇവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 25 mm ഡയന്റെ 8 bars ആണ്. ഓക്കെ, നമ്മൾ കോളത്തിന്റെ ഡിസൈൻ പഠിച്ചപ്പോൾ നമ്മൾ ഫൈനലി അറൈവ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് നമ്മൾ ഇത്ര ഡയന്റെ ബാർ, ഇത്ര നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുക കോളത്തിൽ, നമ്മൾ ഡിസൈനിൽ പഠിച്ചു. അതേപോലെ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇതെല്ലാം കോളത്തിന്റെ ഡിസൈൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഫൂട്ടിങ്ങിന്റെ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ വരുമ്പം കോളത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇൻപുട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഇവിടെ തന്നു എന്ന് മാത്രം, 8 bars of 25 mm ഡയ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഫൂട്ടിങ്ങിന്റെ ഡിസൈനിലേക്ക് ആ ബാർസിന്റെ കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നില്ല നമുക്ക് ഡിസൈൻ സ്റ്റെപ്പിൽ. ഓക്കെ, ആൻഡ് ക്യാരിങ് എ സർവീസ് ലോഡ് ഓഫ് 2300 kilonewton. ഈ ഒരു ടേം ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, സർവീസ് ലോഡ്. ഓക്കെ, അതായത് കോളത്തിലൂടെ വരുന്ന ലോഡ്. ഓക്കെ, ആ വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ ആ സർവീസ് ലോഡ് 2300 kilonewton ആണ് ആക്സിൽ ലോഡ്. ഓക്കെ, അതായത് ഫാക്ടർ ചെയ്തിട്ടില്ലാത്ത ലോഡാണിത്. ഫാക്ടേർഡ് ആക്സിൽ ലോഡ് അല്ല, നോർമലി ആ കോളത്തിൽ വരുന്ന ആക്സിലി വരുന്ന ലോഡാണ് 2300 kilonewton എന്ന് പറയുന്നത്. ഓക്കെ, സർവീസ് ലോഡ് നമുക്ക് ഇതിനെ W(C) എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. നമ്മൾ അതിന്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ഇതിന്റെ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ ആ ഡയറക്റ്റ് ആക്സിൽ ലോഡ് വെച്ചിട്ടാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ അതിന്റെ സോയിലിലേക്ക് വരുന്ന സോയിൽ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് സോയിൽ പ്രഷർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാക്ടർ ചെയ്തിട്ടാണ് ഈ ഒരു ലോഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, assume soil with a safe bearing capacity of 300 kilonewton per meter square at a depth of 1.5 meter below ground level. അപ്പം ഈ ഒരു സോയിലിനുള്ള സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, ഓക്കെ, ഈ സോയിലിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി 300 kilonewton per meter square എന്നുള്ളത് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോയിലിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, സോയിലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് 300 kilonewton per meter square വരെയാണ്. ഓക്കെ, അപ്പൊ ഇത് 1.5 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ 1.5 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ആ ഡെപ്ത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോഴത്തെ നിലവിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, എല്ലാ ഡീറ്റെയിൽസും തന്നു എന്ന് മാത്രം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. അസ്യൂം M20 കോൺക്രീറ്റ് ആൻഡ് Fe415 ഗ്രേഡ് സ്റ്റീൽ ഫോർ ദ ഫൂട്ടിംഗ്. അപ്പൊ ഫൂട്ടിങ്ങിന് M20 കോൺക്രീറ്റും സ്റ്റീല് Fe415 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ കേസിൽ FCK എന്ന് പറയുന്നത് 20 Newton/mm², സ്റ്റീലിന്റെ കേസിൽ Fe415 Newton/mm² ആണ്. അതേപോലെ കോളത്തിന്റെ കേസിൽ വരുമ്പോൾ ഓക്കെ M25 കോൺക്രീറ്റ്, അതായത് 25 Newton/mm² ആണ്. സ്റ്റീല് കോളത്തിന്റെ കേസിൽ 415 Newton/mm² തന്നെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാതെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാണ് ഇതുപോലെ അഡീഷണലി കോളത്തിന്റെ ഡീറ്റെയിൽസും കൂടി നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. നമുക്ക് കോളത്തിന്റെ ഫൂട്ടിങ്ങിന്റെ ഡിസൈനിൽ നമുക്ക് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഗിവൺ ഡാറ്റ ആയിട്ട് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ എല്ലാം എഴുതിയോണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് എഴുതുവാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു ടേം എന്ന് പറയുന്നത് സർവീസ് ലോഡാണ്. സർവീസ് ലോഡ് കോളത്തിൽ വരുന്ന ലോഡ് 2300 kilonewton. അപ്പൊ WC എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, 2300 kilonewton ആക്സിൽ ലോഡ് ഇൻ കോളം. ഓക്കെ, അപ്പൊ അതുപോലെ എടുത്ത് എഴുതി.
ഇനി സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക Q0 എന്ന് പറഞ്ഞിട്ടാണ്. Q0 300 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ SPC എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇപ്പൊ 300 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് Q0. ഓക്കെ, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഇനി കോളത്തിന്റെ സൈസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഓരോ കേസിലും ക്രിട്ടിക്കൽ സെക്ഷൻ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കോളത്തിന്റെ ഡയമെൻഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പം 450 mm by 450 mm ആണ് കോളത്തിന്റെ സൈസ്. ഇനി ഫൂട്ടിങ്ങിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന FCK അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറയുന്നത് M20 ആണ്. അതായത് 20 ന്യൂട്ടൺ പെർ mm² ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് വരുന്ന കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ അത് എഴുതി FCK 20 ന്യൂട്ടൺ പെർ mm², FY 415 ന്യൂട്ടൺ പെർ mm². അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആവശ്യമായിട്ടുള്ളത് എടുത്ത് എഴുതിയത്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പൊ ഒരു ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്, ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, കോളത്തുനിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോളത്തുനിന്ന് ട്രാൻസ്ഫർ വരുന്ന ആ ലോഡിനെ പ്രോപ്പർ ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടത്തക്ക ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ആ ഫൗണ്ടേഷന് ഒരു പർട്ടിക്കുലർ ഏരിയ കൊടുക്കണം. അതായത് ഇത്ര ഏരിയ നമ്മൾ കൊടുത്താലാണ് ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കൂടാതെ പ്രോപ്പർ ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ നടക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏരിയ വേണം. അതായത് ആ പ്രോപ്പർ ആയിട്ട് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കൂടാത്ത രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം ആ ഏരിയ കണ്ടുപിടിക്കും. അതായത് ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുക്കും ഫൂട്ടിങ്ങിന്റെ. ഓക്കെ, അപ്പൊ ആ ഫൂട്ടിങ്ങിന് ഇത്ര ലെങ്ത് കൊടുക്കണം, ഇത്ര ബ്രെഡ്ത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം അതൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിന് ഡെപ്ത് കൊടുക്കണം അല്ലെ, ഫൂട്ടിങ്ങിന് ഇത്ര ഡെപ്ത് ഉള്ള ഫൂട്ടിങ് കൊടുക്കണം. അതിൽ വരുന്ന ഷിയറും അതുപോലെ ബെൻഡി മൊമെന്റ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ള നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്ന് അതിന്റെ മൊത്തത്തിലുള്ള ക്രോസ് സെക്ഷൻസും അല്ലെങ്കിൽ അതിന്റെ ആ ഫൂട്ടിങ്ങിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, അതിന്റെ തിക്നെസ്, കാരണം ഈ വരുന്ന ലോഡിനെ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഈ കോളത്തിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് സിംപ്ലി അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ബെൻഡി മൊമെന്റും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡയമെൻഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ അവിടെ എത്രമാത്രം ഏരിയ ഓഫ് സ്റ്റീൽ കൊടുക്കണം എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മെഷ് പോലെയാണ് റീഇൻഫോഴ്സ്മെന്റ് ഫൂട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാ ചെയ്യാനുള്ള. ആ ഫൂട്ടിങ്ങിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര MM ബാർ പ്രൊവൈഡ് ചെയ്യണം, എത്ര സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യണം, ഓരോ ഡയറക്ഷനിലും എത്ര കൊടുക്കണം, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഡയ എത്ര സ്പേസിംഗ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ സ്ക്വയർ ഫൂട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ഇതും ഒരുപോലെ തന്നെ കൊടുക്കാം, സെയിം ഡയയും അതുപോലെ സെയിം സ്പേസിംഗ് ഒക്കെ തന്നെ കൊടുക്കാം. എന്നാൽ റെക്ടാങ്കുലറിന്റെ കേസ് വരുന്ന സമയത്ത് അത് നമ്മുടെ കോഡ് പറഞ്ഞിരിക്കുന്ന പ്രകാരം ചെറിയ ചേഞ്ച് വരും, ഒരുപോലെ തന്നെ വരണമെന്നില്ല. ഓക്കെ, അപ്പം റെക്ടാങ്കുലർ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് ലെങ്ത്, ബ്രെഡ്ത്ത്, ആ ഫൂട്ടിങ്ങിന്റെ ഡെപ്ത്, അതിന്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ. ഓക്കെ, ആ ഒരു പ്രോപ്പർ ലോഡ് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് സോയിലിലേക്ക്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആണ്. അപ്പൊ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WC + WF/Q0. അപ്പൊ അതിലേക്ക് വരുന്ന ടോട്ടൽ ലോഡ്, ഓക്കെ, അതായത് ഫാക്ടർ ചെയ്യാതെയുള്ള ലോഡ്. ഇപ്പൊ കോളത്തുനിന്ന് വരുന്ന ആക്സിൽ ലോഡ് ഉണ്ട് ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ, പിന്നെ ആ ഫൂട്ടിങ്ങിന്റെ ഓൺ വെയിറ്റും ഉണ്ട്. ഫൂട്ടിങ്ങിന്റെ ഓൺ വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിന് WF എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ആ വാല്യൂ നമ്മൾ നോർമലി എടുക്കുക കോളത്തിൽ വരുന്ന ആക്സിൽ ലോഡിന്റെ 10% ആണ് WF വാല്യൂ. ഓക്കെ, അപ്പൊ WC + WF ഡിവൈഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് WCയും WFും കിലോ ന്യൂട്ടണിലാണ്. അതുപോലെ ഇവിടെ Q0 സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. കിലോ ന്യൂട്ടൺ ക്യാൻസൽ ചെയ്തിട്ട് പെർ മീറ്റർ സ്ക്വയർ, ടോപ്പിലേക്ക് വരുമ്പോൾ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഏരിയ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കൂടാതെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഏരിയ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കാം. ഇവിടെ WC എന്ന് പറയുന്ന 2300 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ അതിന്റെ 10% നമുക്ക് എടുക്കാം WF, വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ്. അപ്പൊ 10% ഓഫ് WC എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 10% ആയി ഓഫ് 2300 ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 230 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടും WF. അപ്പൊ WC ഉണ്ട്, WF നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എത്രയാണ് ഏരിയ റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് കിട്ടും. Therefore, area required for footing is equal to 2300 plus 230 divided by 300. ഓക്കെ, അപ്പൊ നമുക്ക് 8.43 മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സൈസ് എടുക്കണം. അപ്പൊ നമ്മളോട് ഇപ്പം ക്വസ്റ്റ്യനിൽ ഇന്ന ഫൂട്ടിംഗ് തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. ക്വസ്റ്റ്യനിൽ ഇപ്പം ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്ക്വയർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫൂട്ടിംഗിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് റെക്ടാങ്കുലർ ആയിട്ട് ചെയ്യാം, ഓക്കെ, സ്ക്വയർ ആയിട്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് സ്ക്വയർ ഫൂട്ടിംഗ് ചെയ്യുന്നതായിരിക്കും. അതിൽ രണ്ട് സൈഡ് ഒരുപോലെ വരുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ ഈസി അതാണ്. ഇൻ കേസ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് എടുത്ത് പറഞ്ഞാൽ മാത്രം റെക്ടാങ്കുലർ ചെയ്താൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പം സ്ക്വയറിന്റെ ആണ്. അപ്പൊ ഞാനിവിടെ സ്ക്വയർ ഫൂട്ടിംഗ് ആയിട്ട് തന്നെ ചെയ്യാണ്. സ്ക്വയർ കോളത്തിന് ഇവിടെ സ്ക്വയർ ഫൂട്ടിംഗ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്ക്വയർ ആണെങ്കിൽ, ഇപ്പൊ സ്ക്വയർ ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സൈഡ് എത്രയായിരിക്കും വരിക? ഇപ്പൊ 8.43 ആണ് ഏരിയ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് എടുത്താൽ മതി അല്ലെ. സൈഡ് സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ 8.43 ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് എത്രയാ കൊടുക്കേണ്ടതെന്നുള്ളത് കിട്ടും. അതായത് മിനിമം റിക്വയർഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ശരിക്കും സേഫ് ആവാൻ കുറച്ചും കൂടി റൗണ്ട് ചെയ്ത് കൂട്ടിയെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമുക്ക് 8.43 അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആ ഫൂട്ടിങ്ങിന്റെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് അതിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം സൈഡ് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഏരിയന്റെ റൂട്ട് ആണ്. അപ്പൊ റൂട്ട് ഓഫ് 8.43 എടുത്തു കഴിഞ്ഞാൽ 2.904 മീറ്റർ എന്നുള്ള രീതിയിലാണ് കിട്ടുക. അപ്പൊ കറക്റ്റ് 2.904 എടുക്കാതെ നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ തൊട്ട് ഒരു വലിയ വാല്യൂ ആയിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ 3 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 3 മീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം ആ ഒരു സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 2.9 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 2.904 അവിടെ ആവശ്യമുണ്ട്. അപ്പൊ 2.9 എടുക്കുമ്പോൾ കുറച്ച് കുറവ് വരാം. എന്നാൽ ഇതിനേക്കാളും കൂടുതൽ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള സൈസ് ആണ് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് കുറച്ച് കൂട്ടിയെടുത്താൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സേഫ്റ്റി ക്രൈറ്റീരിയ ഒന്ന് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സേഫ്റ്റിന്റെ കേസിൽ കുറച്ചും കൂടി നല്ലതാണ് കുറച്ചൊന്ന് റൗണ്ട് ചെയ്ത് കൂട്ടിയെടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ 2.904 വന്ന് 3 മീറ്റർ ആയിട്ട് റൗണ്ട് ചെയ്യാണ്. അപ്പൊ രണ്ട് സൈഡും അതായത് സൈഡ് ഞാൻ 3 മീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പൊ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ബൈ 3 മീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, therefore assume a 3 മീറ്റർ ബൈ 3 മീറ്റർ ഫൂട്ടിംഗ് ബേസ്. അപ്പം ഫൂട്ടിങ്ങിന്റെ സൈസ് ആയി. അപ്പൊ ആദ്യം ഏരിയ കണ്ടുപിടിച്ചു. ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിപ്പോ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സൈസ് ആയി. അപ്പൊ 3 മീറ്റർ ബൈ 3 മീറ്ററിന്റെ ഫൂട്ടിംഗ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുക്കണ്ടേ എന്നുള്ള ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സോയിൽ പ്രഷർ ആണ്. ഓക്കെ, സോയിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ ആണ് ഡ്യൂ ടു ഫാക്ടേർഡ് കോളം ലോഡ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിന്റെ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സോയിൽ പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും സോയിലിൽ വരുന്ന റിയാക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ലോഡ് ആ കോളത്തിലൂടെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ശരിക്കും ആ ഫൂട്ടിങ് അവിടെ പ്രോപ്പർ ആയിട്ട് നിൽക്കുന്നത്, അതായത് താഴ്ന്നു പോവാതെ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്രഷർ മേലോട്ട് ആക്ട് ചെയ്യുന്നോണ്ടാ അല്ലെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കുന്നോണ്ടാ. അപ്പൊ താഴോട്ട് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അത് അവിടെ താഴോട്ട് പോവാതെ ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫോഴ്സ് സോയിൽ എക്സേർട്ട് ചെയ്യുന്നോണ്ടാ, സോയിൽ അങ്ങോട്ട് മേലോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ എത്രയാണ് സോയിൽ പ്രഷർ എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് ഞാൻ തിയറിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ സോയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടേർഡ് കോളം ലോഡ്, ഇവിടെ നമ്മൾ കോളം ലോഡ് ഫാക്ടർ ചെയ്തിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ സോയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടേർഡ് കോളം ലോഡ് എന്ന് പറയുന്നത് PU ഈസ് ഈക്വൽ, ഇതാണ് ഇക്വേഷൻ, 1.5 WC. അതായത് കോളത്തിന്റെ ലോഡിനെ, ആക്സിൽ ലോഡിനെ ഫാക്ടർ ചെയ്ത് 1.5 ഡിവൈഡ് ബൈ ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ, അതായത് 3/3 9 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.5 ഇൻറ്റു 2300 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടേർഡ് കോളം ലോഡ് കാരണം സോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 383.33 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, സോയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 383.33 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ആദ്യം അതിന് ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എത്ര വേണമെന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈസ് കൊടുത്തു. ലെങ്ത് ബ്രെഡ്ത്ത് കിട്ടി. ലെങ്ത് ബ്രെഡ്ത്ത് കിട്ടിയാൽ ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ഡെപ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓവറോൾ ഡെപ്ത് ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സോയിൽ പ്രഷർ ഇപ്പം ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്, സോയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. അപ്പൊ സോയിൽ പ്രഷർ കാരണം വരുന്ന ഷിയർ ഫോഴ്സിനെയും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഡെപ്ത് വേണം നമ്മൾ
കൊടുക്കാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സോയിൽ പ്രഷർ കണ്ടുപിടിച്ചു. സോയിൽ പ്രഷർ PU എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1.5 WC ഡിവൈഡഡ് ബൈ ഏരിയ പ്രൊവൈഡഡ്, ദാറ്റ് ഈസ് 1.5 into 2300/9, അതായത് 3 into 383.33 kN/m². എന്ന് പറഞ്ഞ് കിട്ടും. സ്റ്റെപ്പ് 4, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്. അപ്പം ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 4. അപ്പൊ ഇതില് 3 ക്രൈറ്റീരിയാസ്: 1 way shear ക്രൈറ്റീരിയൻ, 2 way shear ക്രൈറ്റീരിയൻ, ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയൻ. അപ്പൊ ഈ 3 ക്രൈറ്റീരിയ പ്രകാരം ഏത് ക്രൈറ്റീരിയക്കാണോ കൂടുതൽ ഡെപ്ത് റിക്വയർഡ് ആയിട്ടുള്ളത് ആ ഡെപ്തുമായിട്ട് നമ്മൾ ഡിസൈനിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഓക്കെ, കാരണം ആ മാക്സിമം വരുന്ന ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ തന്നെ ബാക്കിയുള്ള 2 കണ്ടീഷനിൽ അത് സാറ്റിസ്ഫൈ ആയി പോയിക്കോളും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ 3 ക്രൈറ്റീരിയ പ്രകാരവും ഡെപ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് മാക്സിമം വരുന്ന ഡെപ്തുമായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളിത് ചെയ്യാറുണ്ട്. നോർമലി ഒരു 90% 1 way ഷെയറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മാക്സിമം ഡെപ്ത് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 1 way ഷെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെപ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് 2 way ഷെയറിന് കറസ്പോണ്ടിങ് ആയിട്ടും ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ജസ്റ്റ് ചെക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഷിയർ ഈ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ അവിടെ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതലാണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ലാതെ ഈ 3 കേസിലും ഡെപ്ത് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ മാക്സിമം ഡെപ്ത് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് 3 കേസിലും ഡെപ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ മാക്സിമം ഡെപ്തുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ 1 way ഷിയർ ക്രൈറ്റീരിയൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെപ്ത് ഓഫ് ഫൂട്ടിംഗിൽ 3 ക്രൈറ്റീരിയൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ആദ്യം 1 way ഷിയർ ക്രൈറ്റീരിയൻ പ്രകാരം ചെയ്യാം. ഫസ്റ്റ് 1 way ഷിയർ ക്രൈറ്റീരിയൻ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫിഗർ വരയ്ക്കണം. ഓക്കെ, ഏത് കേസ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് അതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ചെയ്യാനായിട്ട്. അപ്പൊ ഫിഗർ വേഗത്തിൽ ഒന്ന് വരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതെപ്പോഴും നല്ലതായിരിക്കും. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ അകത്ത് ക്രിട്ടിക്കൽ സെക്ഷൻ കാണിക്കണം. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ അതായത് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വരിക ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന്. അപ്പൊ ആ ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 1 way shear ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് D ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഫൂട്ടിംഗ് വരച്ചു. ഇപ്പൊ 3 meter by 3 meter കറസ്പോണ്ടിങ് ആയിട്ടാണ് ഫൂട്ടിംഗ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ 3 meter by 3 meter ഫൂട്ടിംഗ് ഞാൻ വരച്ചു. ഇനി അതിന്റെ അകത്ത് 450 mm അതായത് 0.45 meter 0.45 meter സ്ക്വയർ കോളം ആണ്. അത് ഞാൻ ഇവിടെ കാണിച്ചു. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ എടുത്ത് വരച്ചാൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡി ഡിസ്റ്റൻസ് മാറി കാണിക്കാം. കാരണം ഇത് 1 way ഷിയർ ആയതുകൊണ്ട് ഒരു ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പൊ ഇത് സ്ക്വയർ ഫൂട്ടിങ്ങും കൂടി ആയതുകൊണ്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ Y ആക്സിസ് ഏതെങ്കിലും ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്താൽ മതി. കാരണം 2 ഡയമെൻഷൻ സെയിം ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ഇവിടെ 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ 2 ഡയറക്ഷനും എടുത്തിട്ട് ഇതുപോലെ കോളത്തിന്റെ ഫേസിന്റെ ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ ഷിയർ ചെക്ക്, അതായത് ഷിയർ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷിയർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഡെപ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, റെക്ടാങ്കിൾ കേസ് ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് 2 ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടും, അതായത് ഈ രീതിയിൽ ഞാൻ ഡി എടുത്താലും അതായത് ഇവിടുന്ന് ടോപ്പിലേക്ക് ഞാൻ ഡി എടുത്താലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫിഗർ മാത്രം വരച്ചാൽ മതി. അപ്പൊ ഞാനിവിടെ 0.45 meter ഉള്ളത് കാണിച്ചു. അവിടുന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നതെന്ന് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ആ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ വരച്ചു. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ വരച്ചു. ആ ക്രിട്ടിക്കൽ സെക്ഷന്റെ അവിടുന്ന് ഫ്രീ എൻഡിലേക്കുള്ള പോർഷൻ ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു പോർഷൻ വരെ, അതായത് ഇപ്പൊ ഒരു കാൻഡിലിവർ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ലോഡ് ഫ്രീ എൻഡ് എന്ന് തൊട്ടിട്ടാണ് നമ്മൾ എടുത്തു വരിക അല്ലെ. അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ ഇതാണെങ്കിൽ ഇവിടം വരെയുള്ള ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് വരിക എന്നുള്ളതാണ്. ഫ്രീ എൻഡ് സ്റ്റാർട്ട് ഒരു കാൻഡിലിവർ പോലെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ലോഡ് നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് എടുത്തു തുടങ്ങും. അപ്പൊ ഇവിടം തൊട്ട് ഇതുവരെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് വാല്യൂ ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ വരുന്നത് ഇവിടം തൊട്ട് ഇതുവരെ ആക്ട് ചെയ്യുന്ന ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ ലോഡ് വരുന്ന പോർഷനെയാണ് ഞാനിപ്പം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷെയ്ഡഡ് പോർഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാ വരിക? ഈ ഷെയ്ഡഡ് പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെ 3 meter ആണ്. ഓക്കെ, അപ്പൊ ഈ 3 meterന്ന് ഈ 0.45 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഒഴിവായി പോയി. ബാക്കി ഇവിടം തൊട്ട് ഇതുവരെയുള്ളതും ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസുമാണ് നമുക്ക് കിട്ടുക. ഇനി ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാലോ ഈ പോർഷൻ ഒരു സൈഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ. അതായത് 3 - 0.45
ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ പൂർണ്ണമായിട്ടും പോയി, ഇതുവരെയുള്ള പോർഷൻ പോയി. ഓക്കെ, ബാക്കി പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് ഡിയും കൂടി മൈനസ് ചെയ്താലോ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഈ ഒരു ഡയമെൻഷൻ നമുക്ക് കിട്ടും. ഓക്കെ, 3 - 0.45/2 - d. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ഇത് 3 മീറ്റർ ആണ്. 3 മീറ്ററിന് 0.45 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. 0.45 മൈനസ് ചെയ്താൽ 3. ഇപ്പൊ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇവിടം തൊട്ട് ഇതുവരെയും ഇവിടം തൊട്ട് ഇതുവരെ സെയിം. അപ്പോൾ ബൈ 2 ചെയ്താൽ ഏതെങ്കിലും ഒന്ന് പോയി, ബാക്കി പിന്നെ ഈ ഫേസിന് ഇതുവരെയുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതിന് ഡിയും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ലെങ്ത് ആയി. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3 - 0.45/2 - d എന്നുള്ളത്. അപ്പൊ ഈ ഫിഗറിൽ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്താൽ മതി. അപ്പൊ ആദ്യം തന്നെ വേഗത്തിൽ സ്ക്വയർ ഫൂട്ടിങ് വരയ്ക്കണം. അതായത് 3 മീറ്റർ ബൈ 3 മീറ്റർ വരയ്ക്കണം. അതിൻ്റെ അകത്ത് കോളം വരയ്ക്കണം. അതിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ എടുക്കണം. അതിൽ ഷെയ്ഡ് ചെയ്യുക, ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വേഗത്തിൽ തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത്, നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം, അതായത് ഇവിടെ ഉള്ള എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് താഴെ നിന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ ആ സോയിൽ പ്രഷർ കാരണം ഈ ഒരു ഫൂട്ടിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതായത് ഈ ഒരു വൺ വേ, അതായത് ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്, എക്സ്റ്റേണൽ ലോഡ്, അതായത് സോയിൽ പ്രഷർ കാരണം ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം. ഒന്ന്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ഡെപ്ത് ഉള്ള ഒരു സെക്ഷൻ ആണ് അല്ലെ ഇത്. അപ്പൊ ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ളതും ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പൊ 2 ഇക്വേഷൻസ് നമ്മളിവിടെ ഫോം ചെയ്യണം. ഒന്ന് എക്സ്റ്റേണൽ ലോഡ് കാരണം, അതായത് സോയിൽ പ്രഷർ കാരണം ഈ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്. ഓക്കെ, അതായത് വൺ വേ ഷിയറിന്റെ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഇക്വേഷൻ. രണ്ടാമത് ഈ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിന്റെ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനും ഫോം ചെയ്യണം. ഓക്കെ, എന്നിട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡി അൺനോൺ ആയിരിക്കും. ഇക്വേഷനിൽ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഡെപ്ത് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇവിടെ ഈ സോയിൽ പ്രഷർ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് PU ആണ് എക്സ്റ്റേണൽ പ്രഷർ കാരണം അല്ലെങ്കിൽ സോയിൽ പ്രഷർ കാരണം വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം അല്ലെ. അതായത് ഇവിടെ ഇപ്പം സോയിൽ പ്രഷർ ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, PU എന്ന് പറയുന്ന, ഈ ഒരു ഫിഗർ ഞാൻ എടുക്കാം. വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ലോഡ് എന്ന് പറയുന്നത് സോയിൽ പ്രഷർ ആണ് PU. ഓക്കെ, അപ്പൊ PU ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ലെങ്ത്. ഓക്കെ, ഈ ഒരു ലെങ്ത് എടുക്കണം. ആ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 3 - 0.45/2 - d എന്നുള്ളതാണ് ഈ ലെങ്ത്. പിന്നെ ഇത് ഏരിയ ലോഡ് അല്ലെ, kN/m² ആണ് ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? kN കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് മാത്രം പോരാ, ഇവിടെയുള്ള ഡയമെൻഷനും കൂടി അല്ലെ. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ഈ ലെങ്ത് ആണ് ഇപ്പൊ ഞാൻ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ലോഡ് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ് 3 - 0.45/2 - d. അപ്പോൾ ഏരിയ ലോഡ് ആയതുകൊണ്ട് ഇൻറ്റു ഇതും കൂടിയും ചെയ്യണം. kN/m² ആയതുകൊണ്ട് ഈ ലെങ്ത്തും ചെയ്യണം. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് PU നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ PU എന്ന് പറയുന്ന kN/m². അപ്പൊ ഈ ക്രിട്ടിക്കൽ സെക്ഷന്റെ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് kN കിട്ടും. ഓക്കെ, ഈ ഒരു സോയിൽ പ്രഷർ കാരണം വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ VU = PU, ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ, ഇൻറ്റു 3. ഓക്കെ, ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് PU ഇൻറ്റു ഏരിയ ചെയ്യണം ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ ആ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ VU = PU ഇൻറ്റു 3. ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 - 0.45/2 - d എന്നുള്ളതാണ്. അപ്പൊ PUവിന്റെ വാല്യൂ 383.33 ആണ്. അപ്പൊ 383.33 ഇൻറ്റു 3 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 - 0.45/2 ചെയ്ത് കഴിഞ്ഞാൽ 1.275 ആണ് കിട്ടുന്നത്. അപ്പൊ 1.275 - d kN നമുക്ക് ഇക്വേഷൻ കിട്ടി VUവിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. PU അതായത് സോയിൽ പ്രഷർ കാരണം ഈ ഒരു സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഇപ്പം കിട്ടിയിട്ടുണ്ട്, അതായത് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ്,
ഓക്കെ, ഇത് ഇതിലേക്ക് വരുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഇനി ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര വരെ ഷിയർ ഫോഴ്സ് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 1 വേ ഷിയറിൽ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, 2 വേ ഷിയറിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, 2 രീതിയിലാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ 1 വേ ഷിയറിന്റെ കേസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം ടേബിൾ നമ്പർ 19 പ്രകാരം അല്ലെ. IS 456 എടുത്തു കഴിഞ്ഞാൽ IS 456 ടേബിൾ നമ്പർ 19 പ്രകാരം നമുക്ക് ആ ടോസി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, IS 456 എടുത്തു കഴിഞ്ഞാൽ ടേബിൾ നമ്പർ 19 നിങ്ങളൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അതില് നമുക്കിപ്പം ആ ഒരു ടേബിളിന്റെ അകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ പെർസെന്റേജ് അവൈലബിൾ അല്ല അല്ലെ, പെർസെന്റേജ് ഓഫ് സ്റ്റീൽ വേണമല്ലോ. അപ്പൊ നമ്മളിവിടെ സ്റ്റീൽ ഒന്നും ഡിസൈൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, ഡിസൈൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെർസെന്റേജ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മളിവിടെ ടോസി വാല്യൂ ആ ടേബിൾ നമ്പർ 19 ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് അസ്യൂം ചെയ്യാനുണ്ട്. അപ്പൊ അത് നമ്മൾ നോർമലി അസ്യൂം ചെയ്യുക ഒരു 0.2% മുതൽ 0.25% വരെയാണ് അസ്യൂം ചെയ്യുക. ആ ഒരു റേഞ്ചിൽ അസ്യൂം ചെയ്താൽ മതി. അപ്പം ആ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോസി വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് നമുക്ക് ടേബിൾ നമ്പർ 19 കിട്ടും. ഓക്കെ, ആ ഒരു ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടും. ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഞാൻ PT എന്നുള്ളത് 0.25 അസ്യൂം ചെയ്യാണ്. ഓക്കെ, 0.25 അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. IS 456 ടേബിൾ നമ്പർ 19 FCK വാല്യൂ 20 Nm/mm² കറസ്പോണ്ടിങ് ആയിട്ട് PT 0.25, അതായത് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ 0.25 ആവുമ്പോൾ ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.36 ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് പെർസെന്റേജ് 0.25 ആവുമ്പോൾ M20 കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ, അതായത് ആ ഒരു കോൺക്രീറ്റ് സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0.36 സ്ട്രെസ് ആണ്. ഓക്കെ, സ്ട്രെസ് ആവുമ്പോൾ Nm/mm². അപ്പം 0.36 Nm/mm² ആണെന്നുള്ള കിട്ടും. ഇൻ കേസ് M20 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അസ്യൂം ചെയ്യാം. PT എന്നുള്ള 0.2 ആയിട്ടാണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടോസി വാല്യൂ 0.15 കറസ്പോണ്ടിങ് ആയിട്ട് 0.28 ആണ്. അതേപോലെ 0.25 കറസ്പോണ്ടിങ് ആയിട്ട് 0.36 ആണ് M20 ഗ്രേഡ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ 0.20 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്റർപോളേഷൻ ചെയ്താൽ 0.32 ആണ് അവിടെ കിട്ടുക ടോസി വാല്യൂ. അപ്പൊ PT വാല്യൂ ഇപ്പൊ 0.20 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നെങ്കിൽ ടോസി വാല്യൂ 0.32 Nm/mm² എന്ന് പറഞ്ഞു വരും. ഞാനിവിടെ 0.25 എടുക്കുകയാണ്. 0.25 എടുക്കുമ്പോൾ എനിക്ക് ടോസി വാല്യൂ കിട്ടുന്നത് 0.36 Nm/mm² എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ എനിക്കിവിടെ ഷിയർ സ്ട്രെസ് കിട്ടി. ഓക്കെ, ഇനി അതിനെ ഫോഴ്സ് ആക്കി മാറ്റണമെങ്കിലോ സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യണം അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 1 വേ ഷിയർ റെസിസ്റ്റൻസ് VC, അതായത് ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിനെ ഞാൻ VC എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാണ്. അപ്പൊ VC എന്ന് പറയുമ്പോൾ ടോസി സ്ട്രെസ് ആണ് ഇൻറ്റു ഏരിയ ചെയ്യണം. ഓക്കെ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യണം, അതായത് റെസിസ്റ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്യണം. അപ്പൊ ഇവിടെ ടോസി വാല്യൂ 0.36 Nm/mm². നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കിലോ ന്യൂട്ടണിലാണ് അല്ലെ എല്ലാ വാല്യൂസും എടുത്തിരിക്കുന്നത്. അപ്പൊ കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ വാല്യൂ 3 മീറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒക്കെ 1.275 എന്നൊക്കെ പറയുന്ന മീറ്ററിലാണ്. അപ്പൊ ഇവിടെയും നമ്മൾ ഈ ടോസി വാല്യൂ കൊടുക്കുന്ന സമയത്ത് കിലോ ന്യൂട്ടനും മീറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ വേണം കൊടുക്കാനായിട്ട്. അപ്പം 0.36 Nm/mm² എന്ന് പറയുമ്പോൾ അതിനെ കിലോ ന്യൂട്ടണിലാക്കുമ്പോൾ എന്ത് ചെയ്യും? 0.36 × 10⁻³ ചെയ്യണം അല്ലെ, ന്യൂട്ടണിലെ കിലോ ന്യൂട്ടൺ ആക്കാൻ വേണ്ടി. ഇനി പെർ mm² എന്നാണ്. അപ്പൊ mm മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻³ ചെയ്യണം അല്ലെ, mm മീറ്ററിലാക്കാനും. ന്യൂട്ടനെ കിലോ ന്യൂട്ടൺ ആക്കാനും mm മീറ്റർ ആക്കാനും 10⁻³ വെച്ചിട്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ mm² ഉള്ളത് കൊണ്ട് 10⁻⁻6 വരും ഡിവൈഡ് ബൈന്റെ ടേമിൽ. അപ്പൊ ഇത് മേലോട്ടേക്ക് കയറുന്ന സമയത്ത് ഇവിടെ 10⁻³ ഡിവൈഡ് ബൈന്റെ രീതിയിലാണ് 10⁻6 ഉള്ളത് അല്ലെ. ഇപ്പൊ ടോപ്പിലേക്ക് കൊടുക്കുമ്പോൾ 10⁻6 ആയി മാറും. അപ്പൊ 10⁻³ ഇൻറ്റു 10⁻6. അപ്പം കിലോ Nm/m²ലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. കാരണം 10⁻³ ഇൻറ്റു 10⁻6 എന്ന് പറയുമ്പോൾ 10⁻³ ആണ്. അപ്പം Nm/mm² ഉള്ള ഒരു ടേമിനെ കിലോ Nm/m²ലേക്ക് ചേഞ്ച് ചെയ്യാൻ ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടോസി വാല്യൂ 0.36 Nm/mm². അപ്പോൾ അതിനെ കിലോ ന്യൂട്ടണിലേക്ക് ആക്കാൻ, കിലോ Nm/m²ആക്കാൻ ഇൻറ്റു 10⁻³ ചെയ്തു. അത് ഞാൻ ഇവിടെ എഴുതിയതേ ഉള്ളൂ, അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ടോസി ഇൻറ്റു 10⁻³. അപ്പൊ അത് കിലോ Nm/m² ആയി. ഇൻറ്റു ഇപ്പം അത്
കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ സ്ട്രെസ് ആണ് ഇൻറ്റു എന്ത് ചെയ്യണം, ഏരിയ ചെയ്യണം അല്ലെ. അതായത് ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എഴുതേണ്ടത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലെ. റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇവിടെ ഈ ഡെപ്തും വരും. റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതല്ലേ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇത് 3 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ഡെപ്ത് ആയിരിക്കും വരിക, എൽ ഇൻറ്റു ഡി എന്നുള്ളതായിരിക്കും വരിക റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ ഇതാണ് ലെങ്ത് അല്ലെങ്കിൽ ഇതാണ് ബ്രെഡ്ത്ത് അല്ലെ, ബി ഇൻറ്റു ഇതിന്റെ ഡെപ്ത് ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്, ഡി ആണ് അല്ലെ. ഇവിടെയുള്ള ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡെപ്ത് ആണ്. അപ്പം ഈ ബി ഇൻറ്റു ഡി ആയിരിക്കും ഇവിടെ വരുന്ന റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതാണ് ഇപ്പം ബി നമുക്ക് കിട്ടിയതെങ്കിൽ, ഓക്കെ, ഈ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ഇതാന്ന് വിചാരിച്ചോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്തുമായിട്ട് ആ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ക്രോസ് സെക്ഷണൽ ഏരിയ ആവുന്നത്. അപ്പൊ ഇതാണ് ഡെപ്ത് എങ്കിൽ ഈ ബി ഇൻറ്റു ഈ ഡെപ്ത് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഫോഴ്സ് താഴെ നിന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യാം. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് ക്രോസ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബി ഇൻറ്റു ഡി എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ ഏരിയ വരിക. അപ്പൊ നമുക്ക് സ്ട്രെസ് ഇവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിട്ടുണ്ട്. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുള്ള സ്ട്രെസ്സിനെ ഓക്കെ നമ്മൾ ഇൻറ്റു ഏരിയ ചെയ്യാം. അപ്പൊ ഏരിയ ചെയ്യാന്ന് പറയുമ്പോൾ 3 ആണ് ഈ ലെങ്ത് വരുന്നത്. ഓക്കെ, 3 ആണ്, 3 മീറ്റർ ആണ്. അപ്പൊ 3 ഇൻറ്റു അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടോസി ഇൻറ്റു 10⁻³ ചെയ്തപ്പോൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനായി ഇൻറ്റു ഏരിയ 3 ഇൻറ്റു ഡി എന്നുള്ളതാണ് ഏരിയ. 3 ഇൻറ്റു അവിടെയുള്ള ഡെപ്ത്. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു ഡി ചെയ്തപ്പം കിലോ ന്യൂട്ടണിലായി. അപ്പൊ ഞാനിവിടെ ഇക്വേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി യു ആൻഡ് ബി സി ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ വി യു ബി സി ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ വി യു എന്ന് പറയുന്നത് ഞാനിവിടെ ഫോം ചെയ്തിരുന്നു 383.33 ഇൻറ്റു 3 ഇൻറ്റു 1.275 മൈനസ് ഡി. അതേപോലെ ഈ ടേം എന്ന് പറയുന്ന 0.36 ഇൻറ്റു 3 ഇൻറ്റു ഡി ഇൻറ്റു 10⁻³. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.36 ഇൻറ്റു 3 ചെയ്ത് കഴിയുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ഓക്കെ ഈ ഒരു ടേമിനെയൊക്കെ ഞാൻ ഒന്നിച്ചു കൊണ്ടുവരുവാണ്. 1.275 മൈനസ് ഡി ഈ ടേം ചെയ്തു 383.33 ഇൻറ്റു 3 ചെയ്തു. ഈ ടേമിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ 1.275 ഡി, അതായത് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 383.33 ഇൻറ്റു 3 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 0.36 ഇൻറ്റു 3 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ആയിട്ടാണ് ഈ ടേം ഇപ്പുറത്തേക്ക് വരിക. അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക. 1.275 മൈനസ് ഡി ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആണ് 0.939 ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ ഈ ടേം ഇപ്പം ഇവിടെ ഈ രീതിയിലാണ് 1.275 മൈനസ് ഡി ഇസ് ഈക്വൽ ടു 0.939 ഡി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവിടെ മൈനസ് ഡി ഉള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡിന്റെ ടേംസ് ഒന്നിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഡി മൈനസ് ഉള്ള ഇപ്പുറത്തേക്ക് ഒന്നും പ്ലസ് ആയി. അപ്പൊ 0.939 ഡി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 1.939 ഡി എന്നുള്ള രീതിയിലായി ഈസ് ഈക്വൽ ടു 1.275. അപ്പൊ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും 1.275 ഡിവൈഡ് ബൈ 1.939. ഓക്കെ, അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ 0.6575 മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടി. ദാറ്റ് ഈസ് 0.6575 മീറ്റർ എന്ന് പറയുമ്പോൾ 657.5 മില്ലിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് എന്ന് പറയുന്നത് 657.5 mm അല്ലെങ്കിൽ 0.6575 മീറ്റർ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രകാരമുള്ള ഡെപ്ത് ആണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ഡെപ്ത് കണ്ടുപിടിക്കുന്നതിൽ സെക്കൻഡ് പാർട്ട് ബൈ ടു വേ ഷിയർ ക്രൈറ്റീരിയ. അപ്പൊ ടു വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം എവിടെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരിക എന്നുള്ളത് നമുക്കറിയാം. കോളത്തിന്റെ ഫേസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അല്ലെ. പഞ്ചിങ് ഷിയർ ആയതുകൊണ്ട് ആ കോളത്തിന്റെ ചുറ്റും വരും. അതായത് കോളത്തിന്റെ ചുറ്റും d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ആ ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, ബൈ ടു വേ ഷിയർ ക്രൈറ്റീരിയ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ടു വേ ഷിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d/2 ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. അപ്പൊ ഇത് കോളത്തിന്റെ ഫേസ് d/2 ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫിഗർ വരയ്ക്കണം. അപ്പൊ വേഗത്തിൽ തന്നെ നമ്മൾ ഫിഗർ വരയ്ക്കണം. മനസ്സിൽ പെട്ടെന്ന് തന്നെ ഫിഗർ വരയ്ക്കണം എന്നുള്ള ഓർമ്മ വരണം. അപ്പൊ വേഗം തന്നെ ഫിഗർ വരയ്ക്കുക. അപ്പൊ 3 മീറ്റർ ബൈ 3 മീറ്ററിന്റെ
ഫൂട്ടിങ്, അതിന്റെ അകത്ത് 0.45 45 0.45 കോളം, അവിടുന്ന് കോളത്തിന്റെ ഫേസിന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് ഈ കോളത്തിന്റെ ചുറ്റും d/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ഇതുപോലെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാം. ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഡയമെൻഷനും ഈ ഡയമെൻഷൻ എക്സ് ആക്സിസും വൈ ആക്സിസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഇത് സ്ക്വയർ ആയതുകൊണ്ട് സെയിം തന്നെയായിരിക്കും. ഓക്കെ, സ്ക്വയർ കോൾ ആയതുകൊണ്ട് ഈ ലെങ്ത് സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെ 0.45 ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടുന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ട്, അതേപോലെ ഇപ്പുറത്തെ സൈഡിലും d/2 ഡിസ്റ്റൻസ് മാറിയിട്ട്, അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 0.45 പ്ലസ് d/2 പ്ലസ് d/2. അപ്പൊ d/2 പ്ലസ് d/2 എന്ന് പറയുമ്പോൾ d ആണ്. 0.45 പ്ലസ് d ആണ് ഇവിടുത്തെ ലെങ്ത്. അതേപോലെ തന്നെ ഇവിടെയും സിമിലർ ആയിട്ട് 0.45 പ്ലസ് d, 0.45 പ്ലസ് d/2 പ്ലസ് d/2. ഓക്കെ, അപ്പൊ അതും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷന്റെ അപ്പുറത്തേക്കുള്ള പോർഷൻ എല്ലാം ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, കാരണം ഇത് ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് ഫ്രീ എൻഡ് നിന്ന് ഈ ക്രിട്ടിക്കൽ സെക്ഷൻ വരെയുള്ളതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ വൺ വേ ഷിയറിന്റെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു സെക്ഷനിലേക്ക് വരുന്ന എക്സ്റ്റേണൽ പ്രഷർ കാരണം വരുന്ന ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ, ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അതായത് ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഫോം ചെയ്യണം. അതിനുശേഷം ഈ ഒരു സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനും ഫോം ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. കൺസെപ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് സോയിൽ പ്രഷർ കാരണം വരുന്ന ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ PU ഈസ് ഈക്വൽ ടു PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. ഓക്കെ, അപ്പം ഒന്നുമില്ല, ജസ്റ്റ് ക്രിട്ടിക്കൽ വൺ വേ ഷിയർ ആണെങ്കിലും ടു വേ ഷിയർ ആണെങ്കിലും PU ഇൻറ്റു ആ ഷെയ്ഡഡ് ഏരിയ ചെയ്താൽ മതി. ഓക്കെ, ഷെയ്ഡഡ് ഏരിയ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആണ് ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ വരുന്ന ലെങ്ത് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഏരിയ ആയിട്ട് തന്നെയാണ് kN/m² ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ എന്നുള്ള എടുക്കുക. PU വാല്യൂ എന്ന് പറയുന്നത് 383.33 ആണ്. ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ പോർഷൻ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് മൊത്തത്തിലുള്ള ഈ ഫൂട്ടിങ്ങിന്റെ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. 3 × 3 അതായത് 3 സ്ക്വയർ മൈനസ് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 0.45 പ്ലസ് d ഇൻറ്റു 0.45 പ്ലസ് d, അതായത് 0.45 പ്ലസ് d ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ, അതായത് എക്സ്റ്റേണൽ വരുന്ന, അതായത് സോയിൽ പ്രഷർ കാരണമുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മളിവിടെ ഫോം ചെയ്തു. ഓക്കെ, ഇനി ഈ കോൺക്രീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പഞ്ചിങ് ഷിയർ, ഓക്കെ, പഞ്ചിങ് ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ള ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുള്ള ഇക്വേഷൻ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഡിൽ ഈ ഇക്വേഷൻ പറയുന്നുണ്ട്. VC ഈസ് ഈക്വൽ ടു KS ഇൻറ്റു ടോC ഇൻറ്റു AP എന്ന് പറയുന്ന ഇക്വേഷൻ പറയുന്നുണ്ട്. അപ്പൊ ആ കോഡിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ വാല്യൂസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡിൽ എവിടെയാണ് ആ വാല്യൂസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഞാൻ കോഡർ പ്രൊവിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഫ്ലാറ്റ് സ്ലാബിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ, അതായത് പഞ്ചിങ് ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫോർ ഷിയർ ഷാൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് d/2 ഫ്രം ദ പെരിഫറി ഓഫ് ദ കോളം. കോളത്തിന്റെ ഫേസിന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അവിടെ പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി കോഡർ പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം താഴോട്ടേക്ക് വരുമ്പോൾ ഷിയറിന്റെ കേസ്, ദ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്. ഓക്കെ, വെൻ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് നോട്ട് പ്രൊവൈഡഡ്, ദ കാൽക്കുലേറ്റഡ് ഷിയർ സ്ട്രെസ് അറ്റ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഷാൽ നോട്ട് എക്സീഡ് KS ഇൻറ്റു ടോC. അപ്പം ഇവിടെ വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഓക്കെ KS ഇൻറ്റു ടോC എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, അതായത് പഞ്ചിങ് ഷിയർ വരുന്ന സമയത്ത് ഇതിന് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് KS ഇൻറ്റു ടോC എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, നമ്മള് മുന്നേ വൺ വേ ഷിയറിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ടേബിൾ നമ്പർ 19 കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ ടോC വാല്യൂ ഒന്നും ടേബിൾ നമ്പർ 19 നല്ല കണ്ടുപിടിക്കുന്നത്, വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ടു വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം. അതെങ്ങനെയാന്നുള്ളതാണ് നമ്മളിപ്പം നോക്കുന്നത്. അപ്പൊ ഇവിടെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് KS ഇൻറ്റു ടോC ആണ് ഷിയർ സ്ട്രെസ്. അപ്പം KS വാല്യൂ എന്താണെന്നുള്ളത് നോക്കണം, ടോC വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ താഴോട്ട് വരുന്ന സമയത്ത് KS വാല്യൂ എന്ന് പറയുന്നത്
0.5 പ്ലസ് ബീറ്റ സി എന്നുള്ളതാണ്, ബട്ട് നോട്ട് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ കെ എസ് വാല്യൂ 1-നേക്കാളും ഗ്രേറ്റർ ആവില്ല. ഓക്കെ, അപ്പം ബി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീറ്റ സി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഷോർട്ട് സൈഡ് ടു ലോങ് സൈഡ് ഓഫ് ദ കോളം. ഓക്കെ, കോളത്തിന്റെ ഇപ്പൊ ഒരു റെക്ടാങ്കുലർ കോളം ആണെങ്കിൽ, ഓക്കെ, റെക്ടാങ്കുലർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ കോളത്തിന്റെ ഷോർട്ടർ ഡയമെൻഷൻ, ഓക്കെ, ഷോർട്ടർ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ആ കോളത്തിന്റെ ലോങ്ങർ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബീറ്റ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബീറ്റ സി കണ്ടുപിടിച്ചിട്ട് 0.5 ആയിട്ട് ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് കെ എസ് വാല്യൂ. ഓക്കെ, എന്നാൽ ഈ വാല്യൂ 1-നേക്കാളും ഗ്രേറ്റർ വരില്ല എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം 1-ൽ നമ്മൾ ഇത് ലിമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കെ എസ് വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ഒരു കേസിൽ കെ എസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിപ്പോ ഒരു സ്ക്വയർ കോളം അല്ലേ, 450 mm by 450 mm അല്ലേ സൈസ്. അപ്പം ഷോർട്ട് സൈഡ് ബൈ ലോങ് സൈഡ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് രണ്ടും സെയിം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ 1 ആണ് അവിടെ വരിക ബീറ്റ സിന്റെ വാല്യൂ. അപ്പൊ ബീറ്റ സി 1 ആകുമ്പോൾ 1 + 0.5 എന്ന് പറയുമ്പോൾ 1.5 ആയി വാല്യൂ. പക്ഷേ ഈ കെ എസ് വാല്യൂ 1-നേക്കാളും ഗ്രേറ്റർ ആവില്ല, മാക്സിമം 1 വരെയാണ്. അപ്പൊ ഇവിടെ കെ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ കെ എസ് നമുക്ക് കിട്ടി. ഇനി കെ എസ് ഇൻറ്റു ടോസി എന്ന് പറയുന്നതാണ് അവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന കെ എസ് ഇൻറ്റു ടോസി ആണ്. അപ്പൊ ടോസി എന്ന് പറയുന്നത് എന്താണ്? ടേബിൾ 19 നല്ല കണ്ടുപിടിക്കുന്നത് ടോസി = 0.25 × √FCK എന്നുള്ളതാണ് ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ. അപ്പൊ FCK നമുക്കറിയാം, √FCK × 0.25 ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി കിട്ടും. അപ്പൊ വേറെ ഒന്നും ചെയ്യേണ്ട, 0.25 × FCK 20 ആണെങ്കിൽ √20 വെച്ചിട്ട് ഈ വാല്യൂ ടോസി കണ്ടുപിടിക്കാം. കെ എസിന്റെ വാല്യൂ സ്ക്വയർ കോളം ആയതുകൊണ്ട് 1 ആയിരിക്കും കെ എസിന്റെ വാല്യൂ. അപ്പൊ 1 × ടോസി എന്ന് പറയുമ്പോൾ ടോസി തന്നെയാണ് വരിക. അപ്പൊ ടോസി ഈ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് ടോസിന് എന്ത് ചെയ്യുക, kN/m²ലേക്ക് മാറ്റിയിട്ട് ഇൻറ്റു ആ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഷിയർ ഫോഴ്സ് ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പഞ്ചിങ് ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് PC എന്ന് പറയുന്ന KS × ടോസി × AP, അതായത് പഞ്ചിങ് ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ 2-വേ ഷിയർ ക്രൈറ്റീരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളതാണ് AP എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. പഞ്ചിങ് ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ AP എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ KS × ടോസി × AP അല്ലെങ്കിൽ ആ പെരിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് നമുക്ക് പറയാം. ഈ ഒരു പോർഷൻ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷന്റെ പെരിമീറ്റർ അല്ലെ. ഓക്കെ, അത് ചുറ്റളവാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ആ പഞ്ചിങ് ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ. KS × ടോസി എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് ആയി Nm/mm². അപ്പൊ Nm/mm² തന്നെ kN/m² ആക്കിയിട്ട് ഇൻറ്റു ഏരിയ ഓഫ് ആ പഞ്ചിങ് ഷിയർ വരുന്ന പോർഷൻ. ഇവിടെ KS എന്ന് പറയുന്ന 1 ആണ് സ്ക്വയർ ഫൂട്ടിങ്. ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.25 √FCK ആണ്. FCK 20 ആയതുകൊണ്ട് 0.25 √20 ചെയ്ത് കഴിഞ്ഞാൽ 1.118 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും ടോസി വാല്യൂ. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് കോൺക്രീറ്റ് റെസിസ്റ്റിംഗ് പഞ്ചിങ് ഷിയർ എന്ന് പറയുന്നത്, ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ലെങ്ത് അല്ലെ, ക്രിട്ടിക്കൽ സെക്ഷന്റെ ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ സെക്ഷന്റെ ഈ ഒരു ഡയമെൻഷൻ, അതായത് ചുറ്റളവ്, ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്ന ആ ഒരു പോർഷന്റെ ലെങ്ത്, ഓക്കെ, ഇൻറ്റു റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ഇൻറ്റു ഡെപ്ത് അല്ലേ ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ നേരത്തെ 1-വേ ഷിയറിന്റെ എടുത്തതുപോലെ തന്നെ ആ ലെങ്ത് ഇൻറ്റു ആ ഒരു ഡെപ്താ നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ചുറ്റും ഇപ്പൊ നമുക്ക് ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ, അതായത് ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ചുറ്റും ഉണ്ട്. അപ്പൊ ചുറ്റുമുള്ള ആ ലെങ്ത് ഇൻറ്റു ഈ ഡെപ്ത് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതെങ്ങനെയാ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ലെങ്ത് നമുക്ക് വേണം, ഇൻറ്റു ഡെപ്ത് ആണ് റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് കോൺക്രീറ്റ് റെസിസ്റ്റിംഗ് പഞ്ചിങ് ഷിയർ എന്ന് പറയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചുറ്റളവ് ആദ്യം കണ്ടുപിടിക്കണം. ഈ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 0.45 + d ആയിരിക്കും അല്ലെ. അപ്പൊ 0.45 + d + 0.45 + d + 0.45 + d + 0.45 + d, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ സ്ക്വയർ ആയതുകൊണ്ട് 4 × 0.45 + d എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു റെക്ടാങ്കുലർ ആണെങ്കിൽ രണ്ട് സൈഡ് സിമിലർ ആകുമ്പോൾ 2 × 0.45 + d + 0.45 + d, കാരണം റെക്ടാങ്കിൾ ആകുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും രണ്ടും.
അപ്പൊ അങ്ങനെ ആ 2 ഇൻറ്റു പറഞ്ഞിട്ട് എടുക്കാം. ഇതിപ്പോ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 0.45 പ്ലസ് ഡി ഇൻറ്റു 4 ചെയ്താൽ മതി അല്ലെ, നമുക്ക് ചുറ്റുള്ള ചുറ്റളവ് കിട്ടും. അപ്പൊ 0.45 പ്ലസ് ഡി ഇൻറ്റു 4 ഇനി അതിന്റെ ഡെപ്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏരിയ ആയിട്ട് മാറി. ഇപ്പൊ നമുക്ക് ഈ ലെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയ എന്ന് പറയുമ്പോൾ, ആ ക്രോസ് സെക്ഷൽ ഏരിയ എന്ന് പറയുമ്പോൾ 0.45 പ്ലസ് ഡി ഇൻറ്റു 4 ഇൻറ്റു ഡെപ്ത് ചെയ്യണം, ഡി ചെയ്യണം അല്ലെ, അപ്പോഴല്ലേ ഏരിയ ആയി മാറുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഇക്വേഷൻ വരിക. ഏരിയ ഓഫ് കോൺക്രീറ്റ് റെസിസ്റ്റിംഗ് പഞ്ചിങ് ഷിയർ AP = 4 ഇൻറ്റു 0.45 പ്ലസ് ഡി ചെയ്തപ്പം ആ ചുറ്റളവ് കിട്ടി, ഇൻറ്റു ആ ഡെപ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുക, അതിനെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയ കിട്ടുക. APന്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി VCന്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ VCന്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.25 റൂട്ട് FCK എന്ന് പറയുന്നത് 1.118 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ ഇൻറ്റു 10⁻³ ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ ഈ 10⁻³ ഇട്ടിരിക്കുന്നത്. അപ്പൊ 0.25 റൂട്ട് FCK ഇൻറ്റു 10⁻³ ഇൻറ്റു AP 4 ഇൻറ്റു 0.45 പ്ലസ് ഡി ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് 1.118 ഇൻറ്റു 10⁻³ ഇൻറ്റു 4 ഇൻറ്റു 0.45 പ്ലസ് ഡി ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ VCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷനായി VU നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി VU VC ഇക്വേറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ VU VC ഇക്വേറ്റ് ചെയ്യുമ്പോൾ 383.33 ഓക്കെ ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 അല്ലെ, 9 മൈനസ് ഇവിടെ A പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്താണ് 0.45 പ്ലസ് ഡി ഹോൾ സ്ക്വയർ, അതായത് A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് D സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുത്ത് എഴുതിയതാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുക, 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 മൈനസ് 0.2025 പ്ലസ് 0.90 പ്ലസ് D സ്ക്വയർ എന്നുള്ള രീതിയിലാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ടേം 1.118 ഇൻറ്റു 4 ഇൻറ്റു 0.45 പ്ലസ് ഡി ഇൻറ്റു ഡി ഇൻറ്റു 10⁻³ 10⁻³ ഇതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയതിന്റെ 10⁻³ ആണ്. ഓക്കെ, അപ്പൊ ഇനി അത് സോൾവ് ചെയ്യാം നമുക്ക്. ഇവിടെ ഈ 383 പോയിന്റ് സംതിങ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ 1.118 ഇൻറ്റു 4 ഇൻറ്റു 10⁻³ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡിവൈഡ് ബൈ 383 ഓക്കെ ഇൻറ്റു 0.45 പ്ലസ് ഡി 0.45 ഡി പ്ലസ് ഡി സ്ക്വയർ, അതായത് ഡിനെ ഞാൻ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 0.45 ഡി പ്ലസ് ഡി ഇൻറ്റു ഡി സ്ക്വയർ എന്നുള്ള രീതിയിലായി ഇവിടെയുള്ള ടേം. ഓക്കെ, 1.118 ഇൻറ്റു 4 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 383.33 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ എന്തായി, 9 മൈനസ് ഈ മൈനസ് കോമൺ ആണ്, അപ്പം ഇവിടെ എല്ലാ ടേമും പ്ലസിൽ, അപ്പൊ മൈനസ് ഇൻറ്റു എല്ലാ ടേമും ചെയ്യുമ്പോൾ മൈനസ് ആയി മാറും. അപ്പൊ 9 മൈനസ് 0.2025 മൈനസ് 0.90 മൈനസ് ഡി സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ടേം കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ ചെറുതാക്കുക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11.66 എന്നുള്ള രീതിയിൽ കിട്ടും ഇൻറ്റു 0.45 ഡി പ്ലസ് ഡി സ്ക്വയർ. ഇനി ഇതിനെ 11.6 ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 5.25 ആയി. 11.66 ഇൻറ്റു 0.45 ഡി, അതുപോലെ 11.66 ഇൻറ്റു ഡി സ്ക്വയർ ചെയ്തപ്പോൾ 11.66 ഡി സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം ഇവിടെ 9 മൈനസ് 0.2025 മൈനസ് 90 മൈനസ് ഡി സ്ക്വയർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഡി സ്ക്വയറിന്റെ ടേം എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 11.66 ഡി സ്ക്വയറും ഇവിടെ മൈനസ് ഡി സ്ക്വയറും ആണ്. അപ്പൊ അത് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് പ്ലസ് ഡി സ്ക്വയർ ആവും അല്ലെ. അപ്പം 11.66 ഡി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 12.66 ഡി സ്ക്വയർ ആയി. ഇത് ഇപ്പുറത്തേക്ക് മൈനസ് ഇപ്പുറത്തേക്ക് വന്നു പ്ലസ് ആയി, അപ്പൊ 12.66 ഡി സ്ക്വയർ. ഇനി 5.25 ഡി എന്നുള്ളത്, അപ്പൊ 5.25 ഇവിടെ മൈനസ് 0.90 എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പം 5.25 ഡി പ്ലസ് 0.90 6.15 ഡി. ഇനി ഇവിടെ കോൺസ്റ്റന്റ് ടേംസ് ഒന്നും ഇല്ല, അപ്പൊ ഈ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 9 മൈനസ് 0.2025 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിപ്പം ചെയ്ത് കഴിഞ്ഞാൽ 8.8 ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ പ്ലസിലാണുള്ളത്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് 8.8 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, കാൽക്കുലേറ്ററിൽ ഇക്വേഷനിൽ ഡിഗ്രി 2 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഈ വാല്യൂസ് തന്നെ കൊടുത്താൽ മതി. ഇനിയും ചെറുതാക്കണം എന്നില്ല, ഞാൻ ചെറുതാക്കിയെന്ന് മാത്രം, ചെറുതാക്കേണ്ട കാര്യമില്ല. 12.66 എയും 6.15 ബിയും ഇത് സിയും കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഡി ഈസ് ഈക്വൽ ടു 0.626 മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അതായത് 626 mm. ഇപ്പൊ 2-way shear ക്രൈറ്റീരിയൻ പ്രകാരം 626 mm അല്ലെങ്കിൽ 0.626 മീറ്റർ ആണ് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത്. 1-way shear ക്രൈറ്റീരിയൻ പ്രകാരം 0.6575 മീറ്റർ അല്ലെങ്കിൽ 657.5 mm ആണ് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത്.
ഓക്കെ, രണ്ട് ക്രൈറ്റീരിയ പ്രകാരം നമ്മളിവിടെ ഡെപ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, തേർഡ് ക്രൈറ്റീരിയ ഡെപ്ത് കണ്ടുപിടിക്കുന്നതിൽ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ. ഓക്കെ, ബൈ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഈസ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. അപ്പം ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസിലാണ് അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ വരയ്ക്കാം. നമ്മൾ മുന്നേ വരച്ചതുപോലെ തന്നെ 3 മീറ്റർ ബൈ 3 മീറ്റർ. അപ്പൊ കോളത്തിന്റെ ഫേസിൽ ആണെന്ന് പറയുന്നു. അപ്പൊ ആദ്യം കോളവും ഞാൻ ഇതിന്റെ അകത്ത് വരച്ചു 0.45 മീറ്റർ 0.45 മീറ്റർ. അപ്പം ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചാൽ മതി. അപ്പൊ ഇവിടെ കോളത്തിന്റെ ഫേസിൽ ഞാൻ ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തു. ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് ടോട്ടൽ 3 ആണ്. 3 മൈനസ് 0.45 ചെയ്താൽ ഇവിടം തൊട്ട് ഇതുവരെയും ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയി. അപ്പൊ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 3 മൈനസ് 0.45 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത്. അതായത് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരു കാൻഡിലിവറിന്റെ എൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടം തൊട്ടിട്ട് ഈ ഫേസ് ഓഫ് ദ കോളം വരെയുള്ള പോർഷൻ ആണ് ഈ ഒരു ബെൻഡിങ് മൊമെന്റിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഫേസ് ഓഫ് ദ കോളം വരെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.275 മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എത്രയാ വരുന്നതെന്നൊക്കെ. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയന്റെ ഫിഗർ എടുക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു രീതിയിലാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫേസ് ഓഫ് ദ കോളം, ഓക്കെ, ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ അതാണ് കാൻഡിലിവർ ആയതുകൊണ്ട്. അപ്പൊ ഇവിടം തൊട്ട് ഇതുവരെ ഉള്ള ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ ഏരിയ ലോഡ് ആണല്ലോ, kN per meter square ഉണ്ട്. അപ്പൊ ആദ്യം ഈ ലോഡിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റണം. അപ്പം ഈ ലോഡ് അതായത് PU ഇൻറ്റു ഈ ലെങ്ത് ചെയ്യണം ഇൻറ്റു നമുക്ക് ഇവിടെ ഫിഗർ വരച്ച പ്രകാരം ഈ ലെങ്ത് നമ്മളിപ്പോ കണ്ടുപിടിച്ച ലെങ്ത് ആണ്, അതായത് 1.275 ആണ്. ഇൻറ്റു 3 ചെയ്താൽ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? PU kN per meter square ഇൻറ്റു 1.275 ഇൻറ്റു 3 ചെയ്താലാണ് അത് പോയിന്റ് ലോഡായി മാറുന്നത്. ഓക്കെ, kN per meter square എന്നുള്ള പ്രഷർ കിലോന്യൂട്ടണിലായി മാറുന്നത് ഈ ഏരിയ ചെയ്യുമ്പോഴാണ്, ഏരിയ ലോഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ കിലോന്യൂട്ടണിലായി. അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? എക്സാക്ട്ലി അറ്റ് സെന്റർ ആയിരിക്കും പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ സെന്ററിലായിരിക്കും. അപ്പം പോയിന്റ് ലോഡായി മാറി. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ആ ലോഡ് ഇൻറ്റു ഏത് സ്ഥലത്താണോ ബെൻഡിങ് മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. ഈ ലോഡ് ആക്ട് ചെയ്യുന്നതിന് സെന്ററിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെന്ററിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് ഇതിന്റെ സെന്ററിലാണെങ്കിൽ ഓക്കെ, ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് ഈ ഒരു ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏരിയ ലോഡിനെ അതായത് പ്രഷറിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റി ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു എവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഹാഫിലാണെങ്കിൽ ഈ ഡിസ്റ്റൻസിന്റെ ഹാഫുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം ഈസ് ഈക്വൽ ടു PU 383.33 ഇൻറ്റു ഈ ഏരിയ ചെയ്തു 3 ഇൻറ്റു 1.275. ഓക്കെ, ഏരിയ ചെയ്തപ്പം കിലോന്യൂട്ടണിലായി ഇൻറ്റു ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫേസ് ഓഫ് ദ കോളത്തിൽ പറയുമ്പോൾ ഈ 1.275ന്റെ ഹാഫിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1.275/2 എന്നുള്ളതാണ്. ഓക്കെ, 383.33 ഇൻറ്റു 3 ഇൻറ്റു 1.275 ഇൻറ്റു 1.275/2. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് 934.726 kN meter എന്നുള്ള കിട്ടും. ഓക്കെ, MU = 934.726 kN meter. ഇനി ഇത് ഈ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ സോയിൽ പ്രഷർ കാരണം ഈ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ സ്ലാബിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ്. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാന്നുള്ളതാണ്. ഓക്കെ, അതായത് MU ലിമിറ്റ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം IS 456 ആ ഇക്വേഷൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ വരുന്നത് അനക്സ് F-ലാണ് അല്ലെ. അനക്സ് F-ലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ DCS 1 സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന
യൂസ് ചെയ്തിരുന്ന ഇക്വേഷൻ ആണ്. അതായത് ഇതാണ് mu limit is equal to 0.36 xu max by d into 1 minus 0.42 xu max by d into bd square fck എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കോഡിൽ xu max by d കൊടുത്തിട്ടുണ്ട് അല്ലെ. ടേബിൾ പേജ് നമ്പർ 70 തോന്നുന്നു. xu max by d ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് mu ലിമിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിരുന്നു. ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ ഈ ഇക്വേഷൻ xu max by d ന്റെ പേജ് നമ്പർ 70 ല് ഇവിടെ ഓരോ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് FY 250, അതായത് ഗ്രേഡ് ഓഫ് സ്റ്റീൽ 250 ആകുമ്പോൾ xu max by d 0.53, അതുപോലെ FY വാല്യൂ 415 ആകുമ്പോൾ 0.48, 500 ആകുമ്പോൾ 0.46. അപ്പൊ xu max by d ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. Fe 250 ഗ്രേഡ് സ്റ്റീൽ ആണെങ്കിൽ 0.148 FCK BD സ്ക്വയർ ആണ് mu ലിമിറ്റിന്റെ ഇക്വേഷൻ. ഇപ്പൊ FY 415 ആണെങ്കിൽ 0.138 FCK BD സ്ക്വയർ mu ലിമിറ്റിന്റെ ഇക്വേഷൻ. FE 500 ആണെങ്കിൽ 0.133 FCK BD സ്ക്വയർ. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ആ വലിയ ഇക്വേഷൻ കൊടുക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ FI എന്ന് പറയുന്ന 415 ആണ്. അപ്പൊ mu ലിമിറ്റ് എന്ന് പറയുന്ന 0.138 FCK BD സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, 0.138 FCK BD സ്ക്വയർ. അപ്പം ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 0.138 FCK എന്ന് പറയുന്നത് 20 ആണ്. B എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഓക്കെ, 3 മീറ്റർ. D എന്ന് പറയുന്നത് ഇതിന്റെ ഡെപ്ത് ആണ് അല്ലെ, ഡെപ്തിന്റെ സ്ക്വയർ. ഓക്കെ, അത് നമുക്ക് അറിയില്ല, അത് അൺനോൺ ആയിട്ട് തന്നെ വെച്ചു. 0.138 FCK B ഈ ഡിസ്റ്റൻസ് ആണ് 3 മീറ്റർ, അതായത് 3000 കൊടുത്തു. കാരണം ഇവിടെ 20 ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്. അതായത് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, യൂണിറ്റ് ഒക്കെ ഒരുപോലെ ആയിരിക്കണം എന്ന് മാത്രം. ഞാൻ അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ഈ mu എന്നുള്ളതിനെ ന്യൂട്ടൺ mm മാറ്റാനാണ്. അപ്പൊ ഞാൻ ഇതിനെ 934.726 into 10⁶ ചെയ്തു. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ mm അപ്പൊ ഈ വാല്യൂസ് 0.138 FCK 20 B 3000 D സ്ക്വയർ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് D കിട്ടും. ഈ ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് എത്രയാണോ D കൊടുക്കേണ്ടത് ആ D നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ 934.726 into 10⁶. ഓക്കെ, അപ്പം D സ്ക്വയർ എന്ന് പറയുമ്പോൾ 934.726 into 10⁶ ഡിവൈഡഡ് ബൈ 0.138 ഡിവൈഡ് ബൈ 20 ഡിവൈഡ് ബൈ 3000 എന്നുള്ള രീതി കിട്ടും. ഇവിടെ D സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ റൂട്ട് എടുക്കണം അല്ലെ, റൂട്ട് ഓഫ് എന്ന് പറഞ്ഞു വരും D ആവുമ്പോൾ. അപ്പൊ D സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ടേം ഡിവൈഡ് ചെയ്തിട്ട് വരും. D എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് വരും. അപ്പൊ റൂട്ട് ഓഫ് 934.726 into 10⁶ ഡിവൈഡ് ബൈ 0.138 into FCK B 20 into 3000. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 336 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 ഡെപ്ത് ആയി. 1 വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം കിട്ടി 657 mm ആയിരുന്നു അല്ലെ, 657.5 mm ആയിരുന്നു. അതുപോലെ 2 വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് ഡെപ്ത് കിട്ടി. ആ ഡെപ്തിന്റെ വാല്യൂ 626 mm ആണ്. മൂന്നാമത് കിട്ടിയത് 336 mm. അപ്പൊ മൂന്നിലും ഏറ്റവും വലുത് ഏതാണ്? 1 വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം കിട്ടിയിട്ടുള്ള 657 ആണ് അല്ലെ, 657.5 mm എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഡെപ്ത് എടുക്കാം. ഹയസ്റ്റ് വാല്യൂ ഓഫ് D is obtained for 1 വേ ഷിയർ. 1 വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ആണ് മാക്സിമം. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് D is equal to 657.5. ഓക്കെ, 658 mm എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പൊ ഞാൻ ഇനി ഇവിടെ ഒരു ക്ലിയർ കവർ അസ്യൂം ചെയ്യും. ഓവറോൾ ഡെപ്ത് എനിക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ഇപ്പൊ എഫക്റ്റീവ് ഡെപ്ത് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോമിനൽ കവർ ഫോർ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മിനിമം നോമിനൽ കവർ 50 ആണ് കോഡിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫൂട്ടിങ്ങിന് കൊടുക്കേണ്ട മിനിമം കവർ എന്ന് പറയുന്നത് 50 ആണ്. ഓരോ കണ്ടീഷൻ അനുസരിച്ച് അത് മാറും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 50 തൊട്ട് ഒരു 75 വരെ റേഞ്ചിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ക്ലിയർ കവർ എന്നുള്ളത്, അല്ലെങ്കിൽ നോമിനൽ കവർ 50 മുതൽ 75 വരെ അസ്യൂം ചെയ്യാം. ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ 75 അസ്യൂം ചെയ്യുന്നു. നിങ്ങൾക്ക് 60 ആണെങ്കിൽ 60 എടുക്കാം, 50 ആണെങ്കിൽ 50 എടുക്കാം. വേറെ കണ്ടീഷൻസ് ഒന്നും പറയാത്തത് കൊണ്ട് ഒരു കണ്ടീഷൻ ഒന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ മിനിമം 50 കൊടുക്കണം എന്നാണ്. അപ്പൊ 50യോ അല്ലെങ്കിൽ അതിലധികമോ നമുക്ക് കൊടുക്കാം. ഒരു 75 വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാനിവിടെ 75 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ കവർ 75 എടുത്തു. ആൻഡ് ഡയമീറ്റർ ഓഫ് ബാസ് ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന 20 mm എന്നുള്ള രീതിയിൽ എടുത്തു. ഫൂട്ടിങ്ങിന് 20യോ 16ഓ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 16 mm വരെ
കൊടുക്കാം, അതിന്റെ താഴോട്ട് കൊടുക്കണ്ട, 16 ഒക്കെ കൊടുക്കാം. ഇൻ കേസ് സർക്കുലർ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ലോഡൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, ഒരു 16-20 ഒക്കെ കൊടുത്താൽ ഏകദേശം നമുക്ക് ആ ഒരു സ്പേസിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും വരും. അപ്പൊ നമ്മളിവിടെ നോക്കാം, ഇവിടെ 75 എടുത്തു ക്ലിയർ കവർ, ബാറിന്റെ ഡയ 20 ആണെങ്കിൽ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ബാറിന്റെ ഡയ പ്ലസ് ക്ലിയർ കവർ ചെയ്യണം അല്ലെ, ബാറിന്റെ ഡയന്റെ ഹാഫ് പ്ലസ് ക്ലിയർ കവർ ചെയ്യണം. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ ടോപ്പ് നിന്ന് റീഇൻഫോഴ്സ്മെന്റിന്റെ മെയിൻ ബാറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസേ ആയിട്ടുള്ളൂ 658 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ബാറിന്റെ ഡയന്റെ ഹാഫ് ആഡ് ചെയ്യണം പ്ലസ് ക്ലിയർ കവറും കൂടി ആഡ് ചെയ്യണം. അപ്പം ഓവറോൾ ഡെപ്ത് ഡി എന്ന് പറയുന്നത് 658 പ്ലസ് 75 പ്ലസ് 20/2. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 743 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പൊ റൗണ്ട് ചെയ്ത് ഞാൻ 750 എന്നാക്കി. അപ്പൊ ഓവറോൾ ഡെപ്ത് 750 എന്നുള്ള രീതിയിൽ എടുത്തു, ഫൂട്ടിങ്ങിന്റെ ഓവറോൾ ഡെപ്ത്. ആക്ച്വൽ ഡി എന്ന് പറയുന്നത് 750 75 മൈനസ് ചെയ്തിട്ട് 20/2 എടുത്തു കഴിഞ്ഞാൽ 665 mm ആയിരിക്കും ആക്ച്വലി ഇപ്പം അവിടെ വരുന്ന ഡി എന്ന് പറയുന്നത്. 750 നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 750 എന്നുള്ളത് 800 ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാം, 800 വരെ റൗണ്ട് ചെയ്തെടുക്കാം, കുറച്ചും കൂടി ഒരു സേഫ്റ്റി ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും റൗണ്ട് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഈ ഒരു കേസിൽ ഞാൻ 750 എന്നുള്ള രീതിയിൽ തന്നെ റൗണ്ട് ചെയ്യാണ്. 750 റൗണ്ട് ചെയ്തു, അതിന്റെ അകത്തുനിന്ന് ക്ലിയർ കവർ 75 മൈനസ് ചെയ്തു, ബാറിന്റെ ഡയന്റെ ഹാഫും മൈനസ് ചെയ്തപ്പം ആക്ച്വൽ എഫക്റ്റീവ് ഡെപ്ത് കിട്ടി 750. ഞാൻ ഓവറോൾ ഡെപ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഡി എനിക്ക് അവിടെ കിട്ടി. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങില് ഓവറോൾ ഡെപ്ത് 750 അതുപോലെ തന്നെ എഫക്റ്റീവ് ഡെപ്ത് 655 mm ആണ് വേണ്ടിയത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചു ഫൂട്ടിങ്ങിന്റെ, അതിനുശേഷം ഇപ്പൊ ഡെപ്തും കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ബെൻഡ് ചെയ്യുന്നുണ്ട്, ഷിയർ വരുന്നുണ്ട്, അപ്പൊ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീഇൻഫോഴ്സ്മെന്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അപ്പം സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അനക്സ് എഫിൽ അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഇക്വേഷൻ തന്നെ നമുക്ക് എടുക്കാം. അനക്സ് ജിയില് mu. Okay, mu is equal to 0.87 Fy AST into D into 1 minus AST Fy by VDFC. Under reinforced section corresponding ആയിട്ടുള്ള ഇക്വേഷൻ അനക്സ് എഫ് ആണ്, അനക്സ് ജി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം mu is equal to 0.87 Fy AST into D into 1 minus AST Fy by VDFC എന്ന് പറയുന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള AST കണ്ടുപിടിക്കാം. ഓക്കെ, കാരണം ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടിയറിന്റെ കേസിൽ അത് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുന്നത് മിനിമം AST ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന PT വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഡിസൈൻ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, അപ്പൊ ഇവിടെ ഡി വാല്യൂ, ഡി എന്ന് പറയുന്നത് 665 ആന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഫൂട്ടിങ്ങിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് മെഷ് പോലെയാണ് അല്ലെ, മെഷ് പോലെയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഫൂട്ടിങ്ങിന്റെ പോർഷൻ ആണെങ്കിൽ നമ്മൾ 2 ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും മെഷ് പോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഫുള്ള് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് 2-3 എണ്ണം വരച്ചിട്ട് ക്ലിയർ ആവാൻ വേണ്ടി വരച്ചത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ ഫുൾ പാനൽ ഉണ്ടാവും, അതേപോലെ ഇവിടെയും ഈ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഉണ്ടാവും. ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ് മെഷ് പോലെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പം ഞാൻ ഇതിന്റെ ക്രോസ് സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ റീഇൻഫോഴ്സ്മെന്റ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ബോട്ടത്തില് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓക്കെ,
അതിനൊരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ 20 ആണെങ്കിൽ ഇത് 20 mm ബാർ ആണ്. വേണമെങ്കിൽ ഞാൻ ആ തിക്നെസ് കൂടി ചേർത്ത് വരയ്ക്കാം. ഓക്കെ, ഇത് 20 mm ബാർ ആണ് ഞാനിപ്പോ വരച്ചിരിക്കുന്നത്. ഇപ്പൊ മെഷ് പോലെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ താഴെ ഒരു ബാർ ഉണ്ടാവും, അതിന്റെ മേലെ അനദർ ഡയറക്ഷനിലുള്ള ബാർ. അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇപ്പൊ ഇതുപോലെ പ്ലാനിൽ നമ്മളിപ്പം കാണുന്ന പോലെ കാണുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. മെഷ് പോലെ പ്രൊവൈഡ്, അതായത് ബോട്ടത്തിൽ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പൊ എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ബോട്ടത്തിൽ അതായിരിക്കും. അതിന്റെ തൊട്ട് മേലെ അതിനെ കണക്ട് ചെയ്തിട്ട് വൈ ആക്സിസിൽ റീഇൻഫോഴ്സ്മെന്റ് ഇതുപോലെ മെഷ് ആയിട്ട് പ്രൊവൈഡ്. അപ്പം നമ്മൾ ഡി കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടം ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 665 എടുത്തിരിക്കുന്നത്, ഈ ബോട്ടം ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്ക്. ഓക്കെ, അപ്പൊ ഈ ടോപ്പ് ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇതിന്റെ ഈ ബാറിന്റെ സെന്റർ വരെയാണ്. അപ്പം ഇത് 665 ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബാർ 20 mm ആണെങ്കിൽ 665 മൈനസ് ഈ 20/2 ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറിന്റെ ടോപ്പിൽ വരെയുള്ള ഡിസ്റ്റൻസ് ആവും. ഇനി ഈ ബാറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഈ ബാറിന്റെ ഡയന്റെ ഹാഫും കൂടി നമ്മൾ മൈനസ് ചെയ്യണം. അതായത് 665 ഈ ബാറിന്റെ സെന്റർ വരെ മൈനസ് ഈ ബാറിന്റെ സെന്ററിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ബാറിന്റെ ഹാഫ് മൈനസ് ചെയ്യണം. അതായത് 665 മൈനസ് 20/2 ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആയി. ഓക്കെ, അതായത് ഇവിടെ തൊട്ട് ഇതിന്റെ ടോപ്പ് വരെ ഡിസ്റ്റൻസ് ആയി മൈനസ് ഈ ബാറിന്റെ ഡയന്റെ ഹാഫും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് ആയി. ഓക്കെ, അപ്പൊ ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് വെച്ചിട്ട് AST കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് രണ്ട് റീഇൻഫോഴ്സ്മെന്റും കറസ്പോണ്ടിങ് ആയിട്ട് ഡി ഉണ്ട്. ആ രണ്ട് ഡി വാല്യൂന്റെയും ആവറേജ് ഡി വെച്ചിട്ടാണ് നമ്മളിവിടെ AST കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഡി ഫോർ ബോട്ടം ലെയർ എന്ന് പറയുന്നത് 665 mm ആണ്. ഡി ഫോർ ടോപ്പ് ലെയർ എന്ന് പറയുമ്പോൾ ഞാൻ ടോപ്പിലും 20 mm ബാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം രണ്ട് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരേ ഡയമീറ്ററിന്റെ ബാർ തന്നെ യൂസ് ചെയ്യാം, കാരണം ഒരേ സ്പേസിംഗ് തന്നെ വരാൻ വേണ്ടി. അപ്പൊ ഡി ഫോർ ടോപ്പ് ലെയർ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 665 മൈനസ് 20/2 മൈനസ് 20/2. ഓക്കെ, 645 ആണ് ടോപ്പ് ലെയർ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി. അപ്പൊ ആവറേജ് ഡി എന്ന് പറയുന്നത് 665 പ്ലസ് 645/2 ദാറ്റ് ഈസ് 55 mm എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ ഡി പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 655 mm എന്ന് പറയുന്നത് ബെൻഡി മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിക്വയർഡ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതലാണെന്നുള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് എടുത്ത് എഴുതി. കാരണം ബെൻഡി മൊമെന്റ് ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ AST ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എടുത്തിരിക്കുന്ന 655 എന്ന് പറയുന്നത് ബെൻഡി മൊമെന്റിന് റിക്വയർഡ് ആയിട്ടുള്ളതിനേക്കാളും അല്ലെങ്കിൽ ബെൻഡി മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടുന്നതിനേക്കാളും കൂടുതലാണ് എന്നുള്ളതും ഞാൻ ഇവിടെ എടുത്ത് എഴുതി. ഇനി ഈ ഡി വെച്ചിട്ടാണ്, ആവറേജ് ഡി വെച്ചിട്ടാണ് ഞാൻ AST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ബെൻഡി മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 934.726 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പം 934.726 into 10⁶, ഓക്കെ, ന്യൂട്ടൺ എമ്മിലേക്ക് ആക്കി ഈക്വൽ ടു 0.87 F5415 AST into D, അതായത് 655 into 1 minus AST into FY415 divided by BD FCK. ഓക്കെ, ബി എന്ന് പറയുന്നത് 3000 ആണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബെൻഡി മൊമെന്റ് ഈ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ. അപ്പം ഇതാണ് ബി എന്ന് പറഞ്ഞു വരിക, 3 മീറ്റർ ആണ് ബി എന്ന് പറഞ്ഞു വരിക. അപ്പം 3000 ബി, ഓക്കെ, ഇൻറ്റു 655 BD FCK 20. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST എന്ന് പറയുന്നത് റിക്വയർഡ് ആയിട്ടുള്ള AST ഈ ഒരു ബെൻഡി മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് 4132.9 mm² ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്കത് ഉറപ്പിക്കാനായിട്ടില്ല. രണ്ട് ചെക്ക് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. ഒന്ന് AST മിനിമം AST എന്ന് പറയുന്നത് 0.12% BD ആണ്. അതായത് നമ്മൾ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. അപ്പൊ സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം AST എന്ന് പറയുന്നത് 0.12% BD ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ 0.12% എന്ന് പറയുമ്പോൾ 0.12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ബി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്, അതായത് 3000 ആണ്, 3000 mm ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ്. നമ്മൾ AST മിനിമം കാണുമ്പോൾ ഓവറോൾ ഡെപ്ത് എടുക്കുക, ഇൻറ്റു 750 ചെയ്ത് കഴിഞ്ഞാൽ 2700 mm² എന്നുള്ള കിട്ടും. അപ്പൊ AST മിനിമത്തിനേക്കാളും കൂടുതലാണ് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള AST. അതുകൊണ്ട് ഓക്കെയാണ്, നമുക്ക് ഈ കിട്ടിയിട്ടുള്ള AST തന്നെ കൊടുക്കാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം. എന്നാൽ അവിടെയും ഉറപ്പിക്കാനായിട്ടില്ല. ഇവിടെ AST ഗ്രേറ്റർ ദാൻ AST മിനിമം, അതുകൊണ്ട് ഓക്കെയാണ്. എന്നാൽ നമ്മൾ വൺ വേ ഷിയർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, വൺ വേ ഷിയറിന്റെ ഡി കണ്ടുപിടിക്കുന്ന, വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു പെർസെന്റേജ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു, 0.25% എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അപ്പൊ നമുക്ക് ഡെപ്ത് ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 0.25% BD എത്രയാന്നുള്ള ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ അസ്യൂം ചെയ്ത PT എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ 0.25 ആണ് വൺ വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം അസ്യൂം ചെയ്തത്. അപ്പൊ ആ പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് AST നമുക്കിവിടെ വേണ്ടിയത് എന്നുള്ളതൊന്നും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ PT assumed for one way shear design is equal to 0.25%. Therefore AST is equal to 0.25% ചെക്ക് ചെയ്ത് നോക്കുകയാണ്. 0.25 by 100 ഓക്കെ ഇൻറ്റു BD 3000 into 655. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 4912.5 mm² കിട്ടും. അതായത് ഈ കറസ്പോണ്ടിങ് പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്ന AST എന്ന് പറയുന്നത് 4912.5 mm². അപ്പൊ ഈ AST അവിടെ ഉണ്ടെങ്കിലാണ് 655 ആ ഡെപ്ത് അവിടെ നമുക്ക് കിട്ടുന്നത് അല്ലെ. ഈ പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 655 എന്നുള്ള എത്രയായിരുന്നു നമുക്ക് വന്ന 657 എന്ന് പറയുന്ന ഡെപ്ത് നമുക്ക് വൺ വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം ചെയ്തപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പെർസെന്റേജിൽ കുറവ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ പെർസെന്റേജ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടെ റിക്വയർഡ് AST ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ റിക്വയർഡ് AST 4132.9 mm² ആണ് കിട്ടിയത്. എന്നാൽ 0.25% കറസ്പോണ്ടിങ് ആയിട്ട് 4912 ഉള്ളത് കൊണ്ട് ഇവിടെ ഈ 0.25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അസ്യൂം ചെയ്തത് 0.25% വെച്ചിട്ടാണ് വൺ വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം D എടുത്തത്. അതുകൊണ്ട് 0.25%-നേക്കാളും കുറയാൻ പാടില്ല നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന AST എന്നുണ്ട്. ഓക്കെ, അപ്പൊ മിനിമത്തിനേക്കാളും കൂടുതലാണ്. എന്നാൽ 0.25% നമ്മൾ അസ്യൂം ചെയ്ത പെർസെന്റേജിനേക്കാളും കുറവാണ് ഇവിടെ AST വരുന്നത്. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പം therefore AST റിക്വയർഡ് എന്നുള്ളത് എത്രയായി മാറി? 4912.5 mm². അതായത് 0.25%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST വേണം ഇവിടെ മിനിമം റിക്വയർഡ് ആയിട്ടുള്ള AST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ AST റിക്വയർഡ് എന്ന് പറയുന്നത് 4912.5 mm² ആയി. അപ്പൊ ഞാനിവിടെ ചെയ്തത് ഈ ഇക്വേഷൻ പ്രകാരം AST ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതാണ് റിക്വയർഡ് AST കിട്ടിയത്. അത് AST മിനിമം ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ AST മിനിമം എന്ന് പറയുന്നത് റിക്വയർഡ് AST-നേക്കാളും കുറവാണ്. അപ്പൊ ഈ AST ആയിട്ട് മുന്നോട്ട് പോകും. അപ്പം പോകുന്ന സമയത്ത് പെർസെന്റേജ് 0.25% ആണ് നമ്മൾ വൺ വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർഡ് AST എന്ന് പറയുന്നത് 4912.5 mm². അപ്പൊ നമുക്ക് ഈ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള AST 4132 എന്ന് പറയുന്നത് ഇതിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് മിനിമം ഈ ഒരു AST എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ AST റിക്വയർഡ് എന്ന് പറയുന്നത് 4912.5 mm² എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പൊ ഞാനിവിടെ 20 mm ബാറാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. 20 mm ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസിംഗ് കണ്ടുപിടിക്കണം. സ്ലാബിലെ പോലെ ആയതുകൊണ്ട് ഫൂട്ടിംഗ് സ്പേസിംഗ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ സ്ലാബിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പേസിംഗ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1000 AS/AST എന്നുള്ളതാണ് സ്പേസിംഗ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതിൽ 1000 എന്ന് പറയുന്നത് സ്ലാബിൽ നമ്മൾ 1 മീറ്റർ ആണ് B ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെ B എന്ന് പറയുന്നത് ഈ 3 മീറ്റർ ആണ്. ഈ 3 മീറ്റർ ആണ് ഇവിടെ ഈ കേസിൽ B എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്ലാബിൽ എല്ലാം 1000 AS/AST ചെയ്തത് നമ്മൾ 1 മീറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് സ്ലാബിൽ എടുക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഫൂട്ടിങ്ങിന്റെ ആ ഒരു വിഡ്ത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്താണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ B 3 മീറ്റർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ B തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3000 ആണ് ഇവിടെ വരിക. B AS/AST എന്നുള്ളതാണ് ശരിക്കുള്ള ഇക്വേഷൻ. സ്ലാബിന്റെ കേസിൽ ആ B 1000 ആവുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇവിടെ 3000 ഇൻറ്റു AS, അതായത് 20 mm ബാറാ യൂസ് ചെയ്യുന്നത്. അപ്പൊ 20 mm ബാറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡഡ് ബൈ AST റിക്വയർഡ് AST ചെയ്ത് കഴിഞ്ഞാൽ 191.8 mm എന്നുള്ള കിട്ടും സ്പേസിംഗ്. അപ്പം അതിനേക്കാളും റൗണ്ട് ചെയ്ത്, അതായത് കുറച്ചിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യുക സ്പേസിംഗ്. അപ്പോ പ്രൊവൈഡ് 20 mm ഡയാബാസ് അറ്റ് 180 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. 180 mm സ്പേസിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ഓക്കെ, therefore provide 20 mm diabars at 180 mm center to center spacing. വേണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന AST നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. AST പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഏരിയ ഓഫ് സ്റ്റീലിന് പകരം ഈ സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന AST എന്ന് പറയുന്നത് അല്ലെ. അതായത് B AS ബൈ സ്പേസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന AST നമുക്ക് അവിടെ കിട്ടുന്നുള്ളതാണ്. ശരിക്കും 191.8 ആയിരുന്നു സ്പേസിംഗ് അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 180 എന്ന് കൊടുത്തുകൊണ്ട് AST വാല്യൂ കുറച്ച് കൂടിയിട്ടുണ്ടാവും. AST പ്രൊവൈഡഡ് എന്നുള്ളത് നമുക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 20 mm ബാർ 180 mm സെന്റർ ടു സെന്റർ സ്പേസിംഗിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ്
ഇപ്പൊ നമ്മൾ മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റും കണ്ടുപിടിച്ചു അല്ലെ. 2 ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് 20 mm ബാറാണ്, 180 mm സ്പേസിംഗ്. ഇനി ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഒരു ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഡെവലപ്മെന്റ് ലെങ്ത് എത്രയാ വരുന്നത് എന്നുള്ള ഫസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം 20 mm ബാറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ 20 mm ബാറ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന LD എത്രയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പേജ് നമ്പർ 42 കറസ്പോണ്ടിങ് ആയിട്ട് LDന്റെ ഇക്വേഷൻ നമുക്കറിയാം. 0.87 FY × 5 ഡിവൈഡ് ബൈ 4 tau BD എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ 0.87 FY 415 5 എന്ന് പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ബാറിന്റെ ഡയ ആണ്, ഡിവൈഡഡ് ബൈ 4 tau BD. tau BD എന്ന് പറയുന്ന അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 43. അപ്പൊ M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് tau BD എന്ന് പറയുന്ന 1.2 ആണ്. പിന്നെ HYSD ബാസ്, ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ tau BDന്റെ 60% എക്സ്ട്രാ നമുക്ക് എടുക്കാം. അപ്പൊ 1.2ന്റെ 60% എക്സ്ട്രാ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1.6 ചെയ്താൽ മതി. അപ്പൊ 0.87 × 415 × 20 ഡിവൈഡ് ബൈ 4 × 1.2 × 1.2 ചെയ്ത് കഴിഞ്ഞാൽ 940.23 mm എന്നുള്ളത് കിട്ടും. ഓക്കെ, അതായത് ഇത്രയും ഡെവലപ്മെന്റ് ലെങ്ത് അവിടെ ആവശ്യമാണ് എന്ന് കിട്ടി. അപ്പം ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഡെവലപ്മെന്റ് ലെങ്ത് നമുക്ക് അവിടെ ഓക്കെ ആണോ, അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഈ ഒരു 940.23 mm എന്ന് പറയുന്നത് അവിടെ അവൈലബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം നമുക്കൊരു ഫൂട്ടിംഗ് ഡിസൈൻ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ആ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യാണ് ഡെവലപ്മെന്റ് ലെങ്ത്. ഒരു കോളം ആണ് ഇത്. അതുപോലെ ഓക്കെ, ഫൂട്ടിംഗ് ആണെന്നുള്ള രീതിയിൽ എടുത്തോ. ഇപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കോളത്തിന്റെ ഫേസ് ഉണ്ടല്ലോ, കോളത്തിന്റെ ഫേസിന്ന് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ലെങ്ത് ആണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിന്റെ കേസിൽ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ 20 mm ബാർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് 940 സംതിങ് കിട്ടിയെന്നുണ്ടെങ്കിൽ, അതായത് ഈ കോളത്തിന്റെ ഫേസ് ആ 940 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ 940 ഉണ്ടായിരിക്കണം. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അതായത് ഇപ്പൊ ഈ ബോട്ടം സോണിൽ റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ട് ഈ കോളത്തിന്റെ ഫേസിൽ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് 90 ഡിഗ്രി ഒക്കെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് ആ ഡെവലപ്മെന്റ് ലെങ്ത് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിന്റെ ഫേസിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട്, അതായത് റിക്വയർഡ് ഡെവലപ്മെന്റ് ലെങ്തിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇൻ കേസ് കൂടുതൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാർ ബെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് കോളത്തിന്റെ ഫേസിൽ നിന്ന് ഡെവലപ്മെന്റ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടായിരിക്കണം. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ ബാർ ബെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 940 ആണ് നമുക്ക് കിട്ടിയ. അപ്പൊ LD പ്രൊവൈഡഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള LD എന്ന് പറയുന്നത് എത്രയാ? അതായത് ഇപ്പം ഇവിടെ മുന്നേ വരച്ച 1 വേ ഷിയറിന്റെ ഫിഗർ വെച്ച് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് 3 മീറ്റർ ആണ്. അപ്പൊ 3 മീറ്റർ മൈനസ് 0.45 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയും ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും അല്ലെ. അപ്പൊ 3 മൈനസ് 0.45 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെ, അതായത് ഡെവലപ്മെന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇവിടെ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അതായത് 3 മൈനസ് 0.45 ഡിവൈഡ് ബൈ 2 എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത് ഈ ഒരു ഡിസ്റ്റൻസിനേക്കാളും കുറവാണോ എന്നുള്ളത് നോക്കാം. ഈ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിനേക്കാളും അവിടെ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ലെങ്ത് കുറവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഇൻ കേസ് അവിടെ ഡെവലപ്മെന്റ് ലെങ്ത് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് കുറവാണെങ്കിൽ നമ്മൾ ബാർ ബെൻഡ് ചെയ്തിട്ട് അവിടെ കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് 3 മീറ്റർ മൈനസ് 0.45 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോഴാണ് 1.275 മീറ്റർ കിട്ടുന്നത്, അതായത് 1275 mm. ഇനി നമ്മൾ 75 കവർ അസ്യൂം ചെയ്തിരുന്നു അല്ലെ, നമ്മൾ ക്ലിയർ കവർ 75 അസ്യൂം ചെയ്തിരുന്നു. അപ്പൊ ആ കവർ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ അവൈലബിൾ ആണെങ്കിലും, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ ഇതുവരെ ഈ അറ്റം വരെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കില്ല. ആ ക്ലിയർ കവർ കറസ്പോണ്ടിങ് ആയിട്ട് വിട്ടിട്ട് ആ ഒരു ഡിസ്റ്റൻസ് വരെ നമ്മൾ കൊടുക്കുള്ളൂ അല്ലെ. അപ്പം നമുക്കിവിടെ ആക്ച്വലി ഈ ഡെവലപ്മെന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ 3 മൈനസ് 0.45 ബൈ 2
കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ലെങ്ത് ഉണ്ട്, അതായത് ഫേസ് ഓഫ് ദ കോളം ഇത്രയും ലെങ്ത് ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക കവർ വിട്ടിട്ടാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് മൈനസ് കവർ 75 ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യാനുള്ള കവറും കൂടിയും കുറച്ചിട്ടുള്ള ലെങ്ത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയുണ്ടെങ്കിലും നമ്മൾ ഫുൾ ഇനി അറ്റം വരെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കില്ല, കവർ കുറച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1275 കോളത്തിന്റെ ഫേസ് എന്ന് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് 75 ക്ലിയർ കവർ ചെയ്ത് കഴിഞ്ഞാൽ 1200 mm എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കേണ്ട അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1200 mm ആണ്. അപ്പൊ LD ഇവിടെ ശരിക്കും എത്ര മതി? 940.23 മതി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ലെങ്ത്. ഇവിടെ 1200 ഓൾറെഡി അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഓക്കെ ആണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 1200 mm എന്നുള്ളത് ഗ്രേറ്റർ ദാൻ LD റിക്വയർഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, റീഇൻഫോഴ്സ്മെന്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ ഫിഗർ നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇതില് 3 മീറ്റർ, ഓക്കെ 3 മീറ്റർ ആണ് ഇതിന്റെ ഫൂട്ടിങ്ങിന്റെ ബേസ് വരുന്നത്, 3 മീറ്റർ ബൈ 3 മീറ്റർ. അപ്പൊ അതില് 3 മീറ്റർ ഞാൻ ഇവിടെ വരച്ചു. ഓവറോൾ ഡെപ്ത് 0.75 ആണ്. ഓക്കെ, 0.75 മീറ്റർ. ഇനി ബോട്ടത്തിൽ നിന്ന് 75 mm കവർ മാറിയിട്ട് ബോട്ടം സോണിലെ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു. അതിന്റെ മേലെ സെക്കൻഡ് ലെയർ, അതായത് ടോപ്പ് ലെയർ റീഇൻഫോഴ്സ്മെന്റും കൊടുത്തു മെഷ് പോലെ. ഓക്കെ, അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് 20 mm ഡയാബാസ് അറ്റ് 180 mm സെന്റർ ടു സെന്റർ. അതായത് കോളത്തിന്റെ ഫേസ് എനിക്ക് ഇവിടെ 1200 mm അവൈലബിൾ ആണ്. അതിൽ ഡെവലപ്മെന്റ് ലെങ്ത് 20 mm ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 940 വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഓക്കെ ആണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇൻ കേസ് ഇവിടെ നിങ്ങൾക്ക് LD കിട്ടിയിരിക്കുന്നത് ഞാൻ പറയാം 1400 ആണെന്ന് വിചാരിച്ചോ, ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള LD എക്സാമ്പിൾ പറയാണ്. ഇവിടെ അവൈലബിൾ ആയിട്ട് 1200 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കേണ്ടി വരും. അതായത് ഇവിടെ അവൈലബിൾ ആയിട്ട് 1200 ഉള്ളൂ, 1400 വേണമെങ്കിൽ 200 mm നമ്മൾ ഇവിടെ ബെൻഡ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യണം. 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോൾ 18 to ഡയ ലെങ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോൾ ബാർ ബെൻഡിങ്ങിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആങ്കറിങ്ങിന്റെ കേസ്. അപ്പൊ അതുപോലെ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് ഒരു 200 mm കിട്ടത്തക്ക രീതിയിൽ ബെൻഡ് ചെയ്ത് നമ്മൾ നിർത്തണം, അവിടെ ഡെവലപ്മെന്റ് ലെങ്ത് പ്രോപ്പർ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത് ഉണ്ട്, 940 ആണ് ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇവിടെ 1200 അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തത്. ഇനി കോളത്തിൽ നിന്ന് വരുന്ന റീഇൻഫോഴ്സ്മെന്റ് കാണിച്ചു. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡീറ്റെയിലിംഗ് തന്നുകൊണ്ട് നമുക്ക് ഇവിടെ അത് മാർക്ക് ചെയ്യാം. ഇവിടെ 8 ബാർസ് ആണ് അല്ലെ, 25 mm ഡയന്റെ 8 ബാർസ് ആണ് ഇവിടെ കോളത്തിലുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി, അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല. പിന്നെ സ്റ്റിറപ്സും കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സെക്ഷൻ വരുന്നത്. പ്ലാൻ ഈ രീതിയിലായിരിക്കും. ഇവിടെ 3 മീറ്റർ നടുക്ക് കോളം 0.45 മെഷ് പോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അത് 20 mm ഡയമീറ്റർ ബാർസ് 180 mm സെന്റർ ടു സെന്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ ആണ്. അപ്പം ഇതേ കൺസെപ്റ്റ് തന്നെയാണ് മറ്റുള്ള എല്ലാ ഫൂട്ടിങ്ങിലും വരുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫൂട്ടിങ് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ.